Good morning and welcome all to Pondona Sangamam 2012, a joint initiative of 5 Karyogams of Kyarpuram, Annasandrapalya, Vijnan Nagar, Mallesh Palya and Marathahalli. All our guests have arrived and our program will start now. Before we go ahead, we would like to call our dignitaries to the dais. May I request Mr. N.S. Unnikrishnan to escort our chairman, Shri A.K. Nair, to the dais. Please. May I call upon Mr. P.P. Sukumaran to escort Mrs. Jayalakshmi to the dais. Sir, please. Next, it's invocation by Mrs. Prabha Santosh. I request everyone to kindly stand for a while. भूतगणादिसेवितं कवित्थजम्बुफलसारभक्षिणम् उमासुतं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजम्. मदगजमुखने गिरिजासुतने गणपति भगवाने മരുവുകനീയൻ അറിവിൻ പതിയായി ഹരനുടെ തിരുമകനെ ശ്രീയേ ഹരനുടെ തിരുമകനെ മദഗജമുഖനെ ഗിരിജാസുതനെ ഗണപതി ഭഗവാനെ മരുവുകനീയൻ അറിവിൻ പതിയായി ഹരനുടെ തിരുമകനെ ശ്രീയേ ഹരനുടെ തിരുമകനെ മദഗജമുഖനെ ഗിരിജാസുതനെ ഗണപതി ഭഗവാനെ കുബേരഗർവം തീരും വരെയ കുംഭനിറച്ചവനെ കുബേരഗർവം തീരും വരെയ കുംഭനിറച്ചവനെ വ്യാസൻ തന്നുടെ മാനസവ്യാസം കണ്ടു നിറഞ്ഞവനെ ദന്തം കൊണ്ടു കുറിച്ചവനെ വ്യാസൻ തന്നുടെ മാനസവ്യാസം കണ്ടു നിറഞ്ഞവനെ ദന്തം കൊണ്ടു കുറിച്ചവനെ മദഗജമുഖനെ ഗിരിജാസുതനെ ഗണപതി ഭഗവാനെ എട്ടും കൂട്ടി വിളമ്പാം നിന്നുടെ ഇഷ്ടം നിറവേൽക്കാം എട്ടും കൂട്ടി വിളമ്പാം നിന്നുടെ ഇഷ്ടം നിറവേൽക്കാം ഈറന്മാറാതെ തമിടും എൻ വിഘ്നം നീക്കണമേ ഈറന്മാറാതെ തമിടും എൻ വിഘ്നം നീക്കണമേ കനിയുഗ പമ്പ ഗണപതിയേ കനിയുഗ പമ്പ ഗണപതിയേ കനിയുഗ പമ്പ ഗണപതിയേ കനിയുഗ പമ്പ ഗണപതിയേ മദഗജമുഖനെ ഗിരിജാസുതനെ ഗണപതി ഭഗവാനെ മരുവുകനീയൻ അറിവിൻ
പതിയായി ഹരനുടെ തിരുമകനേ ശ്രീയേ ഹരനുടെ തിരുമകനേ മദഗജമുഖനേ ഗിരിജാസുതനേ ഗണപതി ഭഗവാനേ. Please be seated. Thank you. Now I request all of you to observe 1 minute silence in memory of our Samudaya Acharya, Bharata Kesari late Shri Mannathu Padmanabhan. I once again request everyone to stand for a while. Now I request Mr. P.P. Sukumaran, Treasurer, NSSK, to welcome the gathering. Sir, please. ഇന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ NSSKയുടെ അതായത് നായർ സേവാ സംഘ് കർണാടകയുടെ 15 കരയോഗങ്ങളിൽ ഏതാണ്ട് അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന കൃഷ്ണരാജപുരം, മല്ലേഷ് പാളയ, അന്നസാന്ദ്രപാളയ, വിജ്ഞാൻ നഗർ, മാരത്തഹള്ളി 5 കരയോഗങ്ങൾ ചേർന്ന് ആദ്യമായി ഒരു ഉദ്യമമാണ് ഒരു കൂട്ടായ്മയോട് കൂടിയിട്ട് ഓണം ആഘോഷിക്കുക എന്നത്. ഓണത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം തന്നെ കൂട്ടായ്മയാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ സുദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ നക്ഷത്രം എന്താണെന്ന് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നതിൽ ഒരു പകുതി ആൾക്കാർക്കെങ്കിലും അറിയുന്നു തോന്നുന്നു. ഇന്ന് നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഇന്ന് ചിങ്ങമാസത്തിൻ്റെ അവസാനത്തെ ദിവസമാണ്. ചിങ്ങം 31-ാം തീയതിയാണ്. അതുകൊണ്ട് ഉത്രത്തിൽ എന്തെങ്കിലും ആരംഭിച്ചാൽ വളരെ നല്ലതാണെന്നാണ് പഴമക്കാർ പറയുന്നത്. പണ്ട് ഒരു മുത്തശ്ശിയുടെ കഥയിൽ പറഞ്ഞ പോലെ കള്ളൻ വീട്ടിൽ കയറിയിട്ട് എല്ലാം എടുത്തു കൊണ്ടുമ്പോഴും മുത്തശ്ശി പറഞ്ഞു, എൻ്റെ ഉത്രത്തെ കാല് ഇവിടെ തന്നെ. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ആദ്യമായിട്ട് നമ്മളുടെ പ്രോഗ്രാമിൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച സമയത്ത് ഇന്ന് കുറച്ച് ഡിലേ വന്നതിന് എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കഥ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ മുത്തശ്ശിയുടെ വീട്ടിൽ കള്ളൻ കയറിയപ്പോൾ മുത്തശ്ശി പറഞ്ഞു, എല്ലാം എടുത്തുകൊണ്ട് പോയിക്കോളൂ, പക്ഷേ എൻ്റെ ഉത്രത്തിൽ കാൽ മാത്രം ആർക്കും എടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കള്ളൻ വിചാരിച്ചു ഉത്രത്തിൽ കാല ഏതോ ഒരു വലിയ മുതലാണ്, ആ മുതലിന് വേണ്ടി തപ്പാന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ തപ്പി, രാവിലെ വരെ തപ്പി. ഇപ്പോഴോ നേരം വെളുത്തായി, കള്ളനൊന്നും കൊണ്ടുപോകാൻ സാധിച്ചില്ല. പക്ഷേ മുത്തശ്ശി പറഞ്ഞ ഉത്രത്തിൽ കാല മുത്തശ്ശിയുടെ പേരക്കുട്ടിയായിരുന്നു. ആ പേരക്കുട്ടി ഉത്ര നക്ഷത്രത്തിൽ ജനിച്ച കുട്ടിയായതുകൊണ്ടാണ് മുത്തശ്ശി അങ്ങനെ. അപ്പോൾ ഉത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഉത്രത്തിൽ ആരംഭിക്കുന്ന ഈ സംഗമം എല്ലാ കാലവും നന്നായി പുരോഗമിക്കാൻ സാധിക്കട്ടെ. ഇത് നമ്മളുടെ നായർ സേവാ സംഘത്തിൻ്റെ മറ്റെല്ലാ കരയോഗങ്ങൾക്കും അനുകരിക്കാവുന്ന ഒരു മാതൃകയായി തീരട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഏൽപ്പിച്ച ചടങ്ങ് വെൽക്കമാണ്, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ പക്ഷേ നമ്മളുടെ കുടുംബാംഗങ്ങളെ നമ്മൾ തന്നെ സ്വാഗതം ചെയ്യണോ എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. എങ്കിലും ഒരു ചടങ്ങ് നിലനിൽക്കും എൻ്റെ ആത്മാർത്ഥമായ സ്വാഗതം ഞാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ നല്ലവരായ നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നേരുന്നു. കൂട്ടത്തിൽ ഇനിയും വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ എത്താത്തത് എന്നോട് പറഞ്ഞു, കൃഷ്ണരാജപുരത്ത് എന്തോ ഒരു വലിയ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, റോഡ് കംപ്ലീറ്റ് ബ്ലോക്കാണ്. ഇപ്പം നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന വളരെയധികം ആൾക്കാർ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവർ കൂടി എത്തിച്ചേരുമ്പോൾ അവർക്ക് വേണ്ടി ഞാൻ അഡ്വാൻസായിട്ട് സ്വാഗതം ഓതുന്നു. ഇന്ന് നമ്മളുടെ മുഖ്യാതിഥി അല്ലെങ്കിൽ വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുന്ന ശ്രീമാൻ AK നായർ, അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം ഞാനത് പരിചയപ്പെടുത്തിയാൽ ഒരുപക്ഷെ അതിൽ അപാകതയുണ്ടാകുമെന്ന് എനിക്കറിയില്ല. ശ്രീ AK നായർ NSSK കർണാടകയുടെ ചെയർമാൻ എന്നതിലുപരി, ചെയർമാൻ എന്നത് തികച്ചും ഒരു നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു സ്ഥാനമാണ്. അതിലേറെ അദ്ദേഹം ഇന്ന് ഇന്ത്യ മുഴുവൻ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ AK നായർ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഫുൾ പേരും അറിയുന്ന ആൾക്കാർ കുറവായിരിക്കും.
എങ്കിലും എ കെ നായർ എന്ന് പറയുന്ന വിശിഷ്ട വ്യക്തിയെ കർണാടക, കേരള, ആന്ധ്ര മുതലായ എല്ലാ സംസ്ഥാനങ്ങളിലും പല അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റിയിൽ കൂടി അറിയും. അദ്ദേഹം ഒരു സമുദായ നേതാവാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ ചിന്താഗതി, രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നതും അതിനെ ഫോളോ ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ആളാണ്. അദ്ദേഹത്തിനെ പറ്റി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഇന്ന് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ബഹുമാന്യ ശ്രീ പ്രണബ് മുഖർജി മുതൽ കേരള രാഷ്ട്രീയത്തിലെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിലെ പാർട്ടി ലീഡറോട് പോലും ചോദിച്ചാൽ, ഓ എ കെ നായർ സാറാണോ, അദ്ദേഹത്തിനെ എനിക്കറിയും എന്ന് പറയുന്ന അത്രയും പ്രസിദ്ധിയുള്ള, അദ്ദേഹം കമ്മിറ്റഡായ ഒരു നേതാവാണ് നമ്മളുടെ NSSKയുടെ ചെയർമാൻ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ശ്രീ എ കെ നായരെ ഈ വേദിയിലേക്ക് ഹാർദ്യമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. നമ്മുടെ രണ്ടാമത്തെ വിശിഷ്ട അതിഥി സ്റ്റേജിൽ ഇരിക്കുന്ന മാന്യ വ്യക്തി മിസ് ജയലക്ഷ്മി മാഡത്തിനെ ഞാൻ അടുത്ത കാലത്താണ് പരിചയപ്പെടുകയുണ്ടായത്. ജയലക്ഷ്മി മാഡത്തിൻ്റെ റൂട്ട്സ് കേരളത്തിലാണ്. ആദ്യമായി പറയട്ടെ, ജയലക്ഷ്മി മാഡം മലയാളിയാണ്, നമ്മളുടെ ഒരു കുടുംബാംഗമാണ്. അവരുടെ സ്വദേശം എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരാണ്. പക്ഷേ മാഡം കേരളത്തിലേക്കാൾ കൂടുതൽ കേരളത്തിന് വെളിയിൽ ആണ് പഠിച്ചതും വളർന്നതും ജീവിച്ചതും എല്ലാം. മാഡം ഇന്ന് കന്നഡ മൂവികളിലും സീരിയലുകളിലും വളരെയധികം പ്രസിദ്ധി ആർജിച്ച ഒരു മാന്യ വ്യക്തിയാണ്. കന്നഡ TV പ്രോഗ്രാംസ് കാണുന്ന ആർക്കും ഈ മാഡത്തിൻ്റെ മുഖം ഒരു അപരിചിതമായിരിക്കുകയില്ല. ജയലക്ഷ്മി മാഡം മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 2 മലയാള സിനിമയിൽ പ്രേം നസീറിൻ്റെ കൂടെ കോ ആക്ടറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കന്നഡകളിലും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മാഡത്തിനെ പറ്റി വീണ്ടും ഇവിടെ സൂചിപ്പിക്കുന്നതാണ്. എങ്കിലും മാഡത്തിനെ നമ്മൾക്ക് ഇവിടെ ഒരു വിശിഷ്യാതിഥിയായി ലഭിച്ചതിൽ നമ്മളെല്ലാം വളരെയധികം ഭാഗ്യവാന്മാണ്. ഇനി മുതൽ നമ്മളുടെ പ്രോഗ്രാമുകൾക്കെല്ലാം മാഡത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവുന്നതിന് വേണ്ടി ഞാൻ മാഡത്തിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. മാഡത്തിന് ഹാർദമായ സ്വാഗതം. നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ 1-2 വിശിഷ്ട വ്യക്തികൾ കൂടി വന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ആക്ച്വലി നമ്മുടെ കാർഡിൽ പറഞ്ഞിരുന്നത് പീപ്പിൾ ഫ്രം ആൾ വാക്സ് ഓഫ് ലൈഫ് എന്നാണ് പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ നമുക്കത് സാധ്യമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇനി എത്തിച്ചേരാതിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികൾക്കും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം സ്വാഗതം നേടുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഓണത്തിൻ്റെ പ്രാധാന്യം. ഓണം ഒരു കൂട്ടായ്മയുടെ ഫംഗ്ഷനാണ്. നമ്മളുടെ ഇന്നിവിടെ ഒരു 50-60 വയസ്സിൽ മേലിരിക്കുന്ന എല്ലാവർക്കും ഒരു പക്ഷേ അറിയാം, നമ്മൾ കേരളത്തിൽ കൂട്ടുകുടുംബങ്ങളായി താമസിക്കുന്ന കാലത്ത് ജന്മി കുടിയാൻ ബന്ധങ്ങളുണ്ടായിരുന്നു. ഈ ഓണം ആഘോഷിക്കുന്നത് ജന്മി കുടിയാന്മാരുടെ കൂട്ടായ്മയുടെ ഒരു അവസരമായിരുന്നു. അതുപോലെ തന്നെ കർഷകനും കാർഷിക പ്രോഡക്ട്സുകൾ യൂസ് ചെയ്യുന്ന നമ്മളെല്ലാവരും തമ്മിൽ ഒരു ഐകമത്യമുണ്ടായിരുന്നു, ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു. ഇങ്ങനെ ഏത് തുറകളിൽ നോക്കിയാലും കൂട്ടായ്മയുടെ ഒരു സിമ്പലാണ് ഓണാഘോഷം. ഇന്നും അടുത്ത കാലത്ത് നടന്ന ഒരു ഓണാഘോഷ ചടങ്ങിൽ പറയുകയുണ്ടായി, മലയാളികൾ കേരളത്തിൽ ചിങ്ങമാസത്തിലെ തിരുവോണം ആഘോഷിക്കുമ്പോൾ കേരളത്തിന് വെളിയിൽ താമസിക്കുന്ന മലയാളികൾ എല്ലാ കാലത്തും അവരുടെ ഓണക്കാലമായി ആഘോഷിക്കുന്നു. അത് വളരെ നല്ല കാര്യമാണ്. കാരണം ഓണത്തിൻ്റെ നല്ലതായ ഓർമ്മകൾ, പ്രത്യേകിച്ചും ഓണത്തിൻ്റെ പൂക്കളും നല്ല സദ്യയും, അതിൽ 2 അവിഭാജ്യ ഘടകങ്ങളാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ താഴെ നമുക്ക് വേണ്ടി തയ്യാറാക്കുന്ന സദ്യയുടെ നല്ല സുഗന്ധം നമ്മൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. എങ്കിലും ഈ കൂട്ടായ്മ നമ്മൾ വളരെ പ്രാധാന്യമുള്ള ഇതായിട്ട് കണക്കാക്കണം. ഈ കൂട്ടായ്മ നമ്മുടെ എല്ലാ ആക്ടിവിറ്റികളിലും, വെറും ആഘോഷങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ജീവിതചര്യയിൽ തന്നെ ഒരു കൂട്ടായ്മ. കാരണം ഒരു കുടുംബത്തിൽ കൂട്ടായ്മയുണ്ടെങ്കിൽ ആ സൊസൈറ്റിയിൽ കൂട്ടായ്മയുണ്ടായും, സൊസൈറ്റിയിൽ കൂട്ടായ്മയുണ്ടെങ്കിൽ നമുക്ക് രാജ്യത്ത് മുഴുവൻ നല്ല ഒരു കൂട്ടായ്മ നിലനിർത്താൻ സാധിക്കും. അതുകൊണ്ട് ഇത്
ഒരു മെസ്സേജായി കണക്കാക്കിയിട്ട് നമ്മൾക്ക് മുന്നോട്ട് ഉള്ള ജീവിതം നയിക്കണം. നേരത്തെ പറഞ്ഞ പോലെ 15 കരയോഗങ്ങളിലെ 5 കരയോഗങ്ങളിൽ ഏതാണ്ട് 600ഓളം നായർ കുടുംബങ്ങളുണ്ട്. ഈ 600 നായർ കുടുംബങ്ങളിലെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം. ഇതിൽ ഒരുപാട് പോരായ്മകളൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് കാണുമായിരിക്കും. പക്ഷേ ആ പോരായ്മകളെ നമ്മൾക്ക് അടുത്ത പ്രോഗ്രാം നന്നായി നടത്തുന്നുള്ള ഒരു ലെസണായി കണക്കാക്കിയിട്ട് നമുക്ക് എന്താ പറയുക മുന്നോട്ട് പോകണം. ഇപ്പോൾ നമ്മളുടെ ഈ സമ്മേളനത്തിന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹീതമാക്കുന്നത് പ്രൊഫസർ രംഗരാജൻ സ്വാമിജിയെ ഞാൻ പരിചയപ്പെടുത്തുന്നതിൻ്റെ ആവശ്യമില്ല. കാരണം ബാംഗ്ലൂരിൽ ഇന്ന് താമസിക്കുന്ന ഒരുവിധം ഏത് ജാതി മതസ്ഥരാണെങ്കിലും സ്വാമിജിയെ പറ്റി വളരെയധികം അറിയുന്നതാണ്. സ്വാമിജിയുടെ പ്രഭാഷണങ്ങളെല്ലാം മണിക്കൂറുകളൊക്കെ കണക്കുണ്ടെങ്കിൽ കൂടിയിട്ട് ആൾക്കാർ അത് സശ്രദ്ധം കേട്ടുകൊണ്ടിരിക്കും. സ്വാമിജിയെ നമ്മൾക്ക് ഈ അവസരത്തിൽ ഒരു വിശിഷ്യ അതിഥിയായി ലഭിച്ചതിന് നമുക്ക് ജഗദീശ്വരനോട് നന്ദി പറയുന്നതോടൊപ്പം സ്വാമിജിയെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. Chairman Shri A.K. Nair, along with the presidents of all the 5 Karyogams, to light up the lamp and inaugurate Ponnona Sangamam 2012. നിലവിളക്ക് കൊളുത്തി നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാനും 5 കരയോഗങ്ങളുടെ പ്രസിഡന്റുകളും മറ്റ് വിശിഷ്ടാതികളും ഒത്തുചേർന്ന് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ ആരംഭിക്കുകയാണ്. സർവൈശ്വരനെ മുമ്പിൽ നിർത്തി ഈ പ്രോഗ്രാം നന്നായി നടത്തുവാൻ നമ്മളെല്ലാവരും ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. NSS കർണാടകയുടെ ഈ പൊന്നോണ സംഗമം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഈ പൊന്നോണ സംഗമത്തിൽ എത്തിച്ചേർന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും എല്ലാ മെമ്പേഴ്സിനും പ്രത്യേകം സ്വാഗതം അരുൾ ചെയ്യുന്നു. നന്ദി. Thank you. Next, I request Mr. N.S. Unnikrishnan, President of Kyarpuram Karyogam and General Convener of Ponnona Sangamam 2012, to present the Presidential Address. ആദരണീയനായ സ്വാമി പ്രൊഫസർ സാധു രംഗരാജൻ സ്വാമികൾ, സെലിബ്രിറ്റി ഗസ്റ്റ് മേഡം ജയലക്ഷ്മി, ട്രഷറർ ശ്രീ സുകുമാരൻ, മറ്റ് NSS ഫാമിലി അംഗങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങളെ എല്ലാവരെയും പൊന്നോണ സംഗമം 2012 ഞാൻ സ്വാഗതം ചെയ്യുന്നു. സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും പ്രതീകമായ പൊന്നോണം അതേ രീതിയിൽ ഇവിടെ ഇന്ന് നാം ആഘോഷിക്കുകയാണ്. കൂട്ടായ്മ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയാണ് നമ്മുടെ പ്രസ്ഥാനം. ഇനിയും ഒരുപാട് വളരേണ്ടിയിരിക്കുന്നു. എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇനിയും നമ്മൾക്ക് ഉയരങ്ങൾ കീഴടക്കാം. നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾക്ക് പുറമെ കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിലെ മുൻനിര കൊമേഡിയൻ ശ്രീ ദയാനന്ദ നിങ്ങളുടെ മുന്നിൽ ചിരിയുടെ മാലപ്പടക്കവുമായി എത്തുകയാണ്. നാടൻ കലാരൂപങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വള്ളുവനാടൻ തിയേറ്റേഴ്സിൻ്റെ കതിരേറ്റം പ്രോഗ്രാം എന്തുകൊണ്ടും ഒരു പുതിയ വിരുന്നായിരിക്കും ബാംഗ്ലൂർ മലയാളികൾക്ക്. കാണുക, ആസ്വദിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് കർണാടക, ജയ് NSS. Thank you, sir. Now I request our beloved Chairman Shri A.K. Nair to address the gathering. Sir, please. Good morning, Pujya Swamiji, Abhinetri Sagodari Vijayalakshmi,
എൻ്റെ സഹപ്രവർത്തകൻ NSS കർണാടക ഡയറക്ടറായ മിസ്റ്റർ സുകുമാരൻ നായർ, സമുദായ അംഗങ്ങളെ, സഹോദരി സഹോദരന്മാർ, NSS കർണാടകയുടെ 5 കരയോഗങ്ങൾ ഒത്തുചേർന്ന് ഈ വർഷത്തെ ഓണാഘോഷം പരിപാടികൾ ഇപ്പോൾ ഞാൻ അതിനെ അംഗീകരിക്കുകയും ഇത് 2 വർഷം മുമ്പ് ഞാൻ പറഞ്ഞതാണ്, നമ്മൾ കുറച്ച് കരയോഗങ്ങളെല്ലാം ചേർന്ന് ഒന്നായി ചെയ്താൽ നമുക്ക് ഭംഗിയായിട്ട് നടത്താൻ സാധിക്കുമെന്ന്. പക്ഷേ 9 മണിക്ക് പ്രോഗ്രാം ഫിക്സ് ചെയ്തു. ഞാൻ കേരപുരം കരയോഗം പ്രസിഡന്റ് ശ്രീ ഉണ്ണികൃഷ്ണനോട് ചോദിച്ചു, 9 മണിക്ക് തന്നെ പ്രോഗ്രാം തുടങ്ങുമോ എന്ന്. ഇല്ല സാർ, ഒരു 9:30 9:15 തുടങ്ങുമെന്ന് പറഞ്ഞു. ഞാനിവിടെ 9:20 കഴിഞ്ഞ 1-2 മാസക്കാലമായി ഈ 5 കരയോഗത്തിലെ മുൻനിര പ്രവർത്തകർ രാത്രി പകലായി കഷ്ടപ്പെട്ട് പ്രോഗ്രാം അറേഞ്ച് ചെയ്തപ്പോൾ അവരുടെ സമയം, അവരുടെ വിലപ്പെട്ട സമയം കളഞ്ഞിട്ടാണ് സമുദായത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നേ എന്നുള്ളൊരു മാനസികാവസ്ഥ നമ്മുടെ മെമ്പേഴ്സിൻ്റെ ഇതിൽ കാണുന്നില്ല. 9 മണിയുടെ പ്രോഗ്രാമിന് ഈവൻ 11 മണിക്ക് പോലും ഇവിടെ 100 പേര് തികഞ്ഞിട്ടില്ല. ഏകദേശം സുകുമാരൻ നായർ പറഞ്ഞ പോലെ 600-700 മെമ്പേഴ്സുള്ള ഈ കരയോഗത്തിലെ ഒരു 1000-1200 മെമ്പേഴ്സെങ്കിലും സന്നിഹിതരായിരിക്കേണ്ടിയിരുന്നു. എന്ത് പ്രചോദനമാണ് നിങ്ങൾ ഈ പ്രവർത്തകർക്ക് കൊടുക്കുന്നത്? ഇന്ന് ഞാൻ കാണുമ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ മുഖം വളരെ വാടിയിരിക്കുന്നു. കാരണം ഇത്ര രാത്രിയും പകലും കഷ്ടപ്പെട്ട് ഓരോരുത്തരുടെ അടുത്ത് പോയി ഡൊണേഷൻസ്, അഡ്വർടൈസ്മെൻറ്റ് മേടിച്ച് നാട്ടിൽ നിന്ന് പാചകക്കാരെ കൊണ്ടുവന്ന് നമ്മുടെ മെമ്പേഴ്സിന് ഒരു നല്ല ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി വിളിക്കുമ്പോഴും അവരൊക്കെ ഇവിടെ ഈ രാത്രി 2 മണി 3 മണിക്കൊക്കെയാണ് ഇവിടെ ഇരുന്നത്. അറ്റ്ലീസ്റ്റ് മെമ്പേഴ്സ് ഇത് മനസ്സിലാക്കി അവർക്ക് വേണ്ട പ്രചോദനം കൊടുക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. വളരെ കാലമായി നായർ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചു വരുന്ന എനിക്ക് കേരളത്തിലായാലും ബാംഗ്ലൂരിലായാലും ഒരു നല്ല സമീപനമല്ല നായരിൽ നിന്നുണ്ടായിരിക്കുന്നത്. അത് പക്ഷേ നമ്മൾ വാദിക്കുന്ന പോലെ നമ്മുടെ ബൃഹത്തായ സംസ്കാരം, നമ്മുടെ കൾച്ചർ, ഒരുപക്ഷെ ആ കൾച്ചറിൻ്റെ ഭാഗമായിരിക്കും നമ്മുടെ അഹങ്കാരം, നമ്മുടെ വാശി. അതുകൊണ്ട് തന്നെ നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. മഹാനായ മന്നത്ത് പത്മനാഭൻ, നമ്മുടെ ഫൗണ്ടർ, ഈ ഭിന്നിച്ചു കിടക്കുന്ന നായന്മാരെയെല്ലാം ഒന്നിച്ചു ചേർത്ത് ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ ബൃഹത്തായ ഈ സ്ഥാപനം ഉണ്ടാക്കുകയും അദ്ദേഹത്തിനും പല വേദനകളൊക്കെ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം വകവയ്ക്കാതെ അദ്ദേഹം മുമ്പോട്ട് പോയി. ഇന്ന് നമുക്കൊരു സംഘടനയുണ്ട്, അറിയപ്പെടുന്നൊരു സംഘടന, എല്ലാവരും ആദരിക്കുന്നൊരു സംഘടന നമ്മൾക്കുണ്ട്. പലരും നമ്മുടെ മെമ്പേഴ്സിനെ ഞാൻ വാച്ച് ചെയ്യുന്നു. നമുക്ക് എന്തിനാ സംഘടന എന്ന് ചോദിക്കും. നിങ്ങൾ മറുനാട്ടിലാണ് താമസിക്കുന്നത്, സംഘടനയുടെ ആവശ്യം നിങ്ങൾക്ക് എപ്പം മനസ്സിലാകും? നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, ഇത്ര അധികം മെമ്പേഴ്സുള്ള ഒരു സംഘടന നിങ്ങളുടെ പുറകിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ഒരു കോൺഫിഡൻസ് തന്നെ ഉണ്ടാകുന്നു. സാമൂഹ്യ പ്രവർത്തകനായ ഞാൻ ഒരു ജാതിയുടെ അണ്ടറിൽ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ലാന്ന് ഞാൻ 1990 KNSSൻ്റെ ചെയർമാനാകാനായിട്ട് എന്നോട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു. പക്ഷേ ഒരു വെറും ഓണാഘോഷവും ഗെറ്റ് ടുഗദറും നടത്തി സംതൃപ്തരായ പോരാ, നമ്മളിൽ പാവപ്പെട്ടവർക്ക്, നമ്മളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മെമ്പേഴ്സിനെ സഹായിക്കാനുള്ള താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ചെയർമാനാകാമെന്ന് പറഞ്ഞത്. അതനുസരിച്ച് ഒരു ചേഞ്ച് ഞാൻ ഉണ്ടാക്കി. 5 വർഷം അതിൻ്റെ ചെയർമാനായിരുന്നു. 1600 മെമ്പേഴ്സ് ഉണ്ടായിരുന്ന 4200 മെമ്പറായി.
ഇന്നൊരു 10,000-7,000 മെമ്പറിൻ്റെ അതിൽ നിന്ന് ഞങ്ങൾ വിട്ടുമാറിയാണ് നായർക്ക് നായർ മാത്രമായ ഒരു സംഘടന. ഏകദേശം 2,000 മെമ്പേഴ്സ് ഉണ്ട്. 2-3 വർഷം കൊണ്ട് ഇത്രയധികം പ്രശസ്തിയും മുമ്പോട്ടും വന്ന ഒരു ഓർഗനൈസേഷൻ കർണാടകത്തിൽ വേറെ ഇല്ല. മുമ്പോട്ട് പ്രവർത്തിക്കുക. താങ്ക് യു. ജയ് NSS കർണാടക. ജയ്. Thank you very much, sir. Now I would like to introduce our celebrity guest, Madam Jayalakshmi. Mrs. Jayalakshmi, roots in North Parur, Kerala, but lived outside the states and presently living in Vidyaranyapura, Bangalore. And learning are her passion, for which her late father was a motivation. Okay. Madam is presently living in Vidyaranyapura, Bangalore. She is a master of many languages and she is a product of Film Institute, Pune, with Shabana Azmi, Zarina Wahab, etc. as her batchmates. Acting and learning are her passion, for which her late father was a motivation. Acted in most of the South Indian movies. Adyatte Kada and Darshanam are her 2 Malayalam movies and co-acted with legends like Shri Prem Nasir. She made her praiseworthy presence in Kannada movies from 1973 to 81 and movies like Kalla Kulla, Beludari, Neeti Chakra, Kanyadana, Atma, etc. are very close to people's heart. Her latest movie on screen is Krishna Rukmini. She is a winner of state award as well as awards from various organizations. She took a break from 1981 to 99 and made a successful re-entry in the film and serial world. She is a mother of 2 grown-up sons. Elder one works for TCS and the younger one is in National Geographic Channel. We feel proud and honored with the presence in our midst. Now I call upon Madam Jayalakshmi to address the gathering. Madam, please. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നായർ സേവാ സംഘ കർണാടക ഓണം ആഘോഷിക്കുകയാണ്. ഓണം കഴിഞ്ഞാലും ഇപ്പോഴും ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം എല്ലാവർക്കും എൻ്റെ ഓണ ആശംസകൾ. എൻ്റെ അച്ഛൻ എയർഫോഴ്സിലായിരുന്നു. അപ്പോൾ ഞാൻ ജനിച്ചത് മദ്രാസിലാണ്. എയർഫോഴ്സിലായ കാരണം എല്ലായിടത്തും ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരുന്നിരുന്നു അച്ഛന്. എവിടെ ട്രാൻസ്ഫർ ആവും ഞങ്ങളും അവിടെ തന്നെ പോയിക്കൊണ്ടിരിക്കും. കുട്ടിക്കാലമൊക്കെ ആഗ്ര, ഡൽഹി, ബോംബെ, കശ്മീർ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഓണം വരുമ്പോഴൊക്കെ ഞങ്ങൾ നാട്ടിലായിരുന്നു. 1 മാസം മുമ്പേ തന്നെ ലീവൊക്കെ എടുത്ത് നാട്ടിലെത്തും. അത് കുട്ടിക്കാലത്തായിരുന്നു. പിന്നെ ഞാൻ അഥവാ പോയില്ലെങ്കിൽ തന്നെ മദ്രാസ് ആയാലും ബോംബെ ആയാലും എവിടെ ആയാലും എല്ലായിടത്തും മലയാളീസുണ്ട്. എല്ലായിടത്തും കേരള സംഘമുണ്ട്. ഓണത്തിന് പ്രിപ്പറേഷൻസൊക്കെ നടക്കും. അതിനെന്തൊക്കെയാണ്, പാട്ടാണോ ഡാൻസാണോ, എല്ലാത്തിനും ഞാൻ പങ്കെടുക്കാറുണ്ടായിരുന്നു. അച്ഛൻ എല്ലാത്തിനും എന്നെ ഭയങ്കര എൻകറേജ് ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മലയാളം ഒരു ഡാൻസ്, ഒരു പാട്ടുണ്ടായിരുന്നു ഭയങ്കര ഫേമസ്. ഇപ്പോഴും ആ പാട്ട് ഫേമസാണ്. കുറച്ച് പാടാം. മഞ്ഞലയിൽ മുങ്ങി തോർത്തി ധനുമാസചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞലയിൽ മുങ്ങി തോർത്തി ധനുമാസചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനതൻ താലമെടുത്തു, കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനതൻ താലമെടുത്തു,
ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഈ സംഘത്തിൻ്റെ ചെയർമാൻ AK നായർ സാറ്, പിന്നെ ഉണ്ണികൃഷ്ണൻ സാറ്, പിന്നെ എല്ലാവർക്കും നമസ്കാരം. മതനേതാക്കന്മാരുടെയും രാഷ്ട്രീയക്കാരൻ്റെയും മറ്റും പൂർവാശ്രമം പറയാറുണ്ട്. പക്ഷേ സ്വാമിജിയുടെ സന്യാസിവര്യൻ്റെ പൂർവാശ്രമം പറയാൻ പാടില്ല എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. ഒരൊറ്റ വാക്കിലൂടെ അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അദ്ദേഹം ബാംഗ്ലൂരിൽ സ്ഥാപിച്ചിട്ടുള്ള ആശ്രമത്തിൻ്റെ പേര് കൊണ്ട് തന്നെ മനസ്സിലാകും അദ്ദേഹം ആരാണെന്ന്. ഭാരത് മാതാവിൻ്റെ പേരിൽ ഒരു ക്ഷേത്രമുണ്ടാക്കി നമ്മുടെ ഭാരതാംബയെ പ്രതിഷ്ഠിച്ച് പൂജ ചെയ്യുന്ന കർമ്മയോഗിയായ ആചാര്യനാണ് ഇന്ന് വേദിയിൽ നമ്മളെ അനുഗ്രഹിക്കാൻ എത്തിയിട്ടുള്ളത്. 15ാമത്തെ വയസ്സ് മുതൽ പുണ്യക്ഷേത്രമായ സംഘസ്ഥലിൽ നിന്നുകൊണ്ട് ഭാരതത്തിൻ്റെ ചരിത്രം മുഴുവൻ പഠിച്ച് ഇന്നത്തെ തൻ്റെ ജന്മം മുഴുവൻ കർമ്മനിരതനായി ഇന്ത്യയൊട്ടുക്ക് ലോകമൊട്ടുക്ക് ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ലോകഗുരു വിവേകാനന്ദൻ വിഭാവനം ചെയ്ത ഭാരതത്തിൻ്റെ ലോക ആചാര്യനായിരുന്ന ചിന്മയാനന്ദ സ്വാമികൾ വിഭാവനം ചെയ്ത ഗീതാ തത്വങ്ങളെ ഒക്കെ ഭാരതത്തിൻ്റെ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ എത്തിച്ച് ആ സന്ദേശം മുഴക്കിക്കൊണ്ട് മുന്നേറുന്ന കർമ്മയോഗിയായ ഈ ആചാര്യനെ കുറിച്ച് ഇതിൽ കൂടുതൽ അധികം ഒന്നും പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം KR പുരത്ത് ഭാരത് മാതാ ആശ്രമവും ഭാരത് മാതാ ടെമ്പിളും സിസ്റ്റർ നിവേദിത അക്കാഡമിയുടെ ഒക്കെ ഉടമയാണ്. ഹൈന്ദവ സംസ്കാരത്തിനു വേണ്ടി ജനിച്ചു ജീവിക്കുന്നു. അദ്ദേഹം എപ്പോഴും പറയും മരിക്കുന്നതും ഈ സംസ്കാരത്തിന് വേണ്ടി ആയിരിക്കണമെന്ന്. ആ കർമ്മയോഗിയെ ഒപ്പം തന്നെ കേരളത്തിലെ മട്ടാഞ്ചേരി തെരുവിലൂടെ സൈക്കിൾ റിക്ഷയിലൂടെ കടന്നുപോയ 15കാരനായ ഒരു സ്വയം സേവകനെയും നമുക്ക് ഈ സന്യാസി വര്യനിൽ കാണാൻ കഴിയും. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പാതാരബിന്ദങ്ങളിൽ ഞാൻ ഈ അർപ്പിച്ച ഓരോ വാക്കുകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഗുരുനാഥന് ഈ സമയത്ത് എല്ലാവർക്കും ആത്മീയ കാര്യങ്ങളൊന്നും കേൾക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിനും അറിയാം, എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. കാരണം അത്രമാത്രം ചൂട് പിടിച്ചിരുന്ന അവസ്ഥയാണ്. അദ്ദേഹം നിങ്ങൾക്ക് തിരുവോണത്തിൻ്റെ ആശംസ അർപ്പിക്കാൻ വന്നതാണ്. ഒപ്പം അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ ഒരല്പം നിങ്ങൾക്കൊരു 5 നിമിഷം പകർന്നു നൽകുമെന്ന വിശ്വാസത്തോടും ഞാൻ അദ്ദേഹത്തെ ഹാർദ്രമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്കാരം. വേദർഷയഃ സമാരഭ്യ വേദാന്താചാര്യാ മധ്യമാഃ യോഗീരാം സുരത്കുമാരപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. വേദർഷികളിൽ തുടങ്ങി വേദാന്താചാര്യന്മാർ വഴി അടിയൻ്റെ ദീക്ഷാ ഗുരു തിരുവണ്ണാമലൈ തവയോഗി രാം സുരത് കുമാർ മഹാരാജ് വരെ ഈ ഭാരതദേശത്തിൽ അവതരിച്ചിരിക്കുന്ന എല്ലാ മഹാന്മാർക്കും ആദ്യമായി എൻ്റെ വന്ദനം. അമ്മമാരെ, സഹോദരന്മാരെ, കേരളത്തിൽ പിറന്ന് കേരളത്തിൽ വളർന്ന് പിറകെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് നീങ്ങി അവിടെ നിന്ന് കർണാടകത്തിലേക്ക് നീങ്ങിയിരിക്കുന്ന ഒരു എളിയ സാധുവിനെയാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് നിങ്ങൾ കാണുന്നത്. 50 കൊല്ലങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നായർ സർവീസ് സൊസൈറ്റി തുടങ്ങപ്പെട്ട് അതിൻ്റെ കോളേജുകൾ, വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെല്ലാം അന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ആ സ്ഥാപനത്തുടൻ വളരെ അടുപ്പമായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരവും ലഭിച്ചു. 58-59 നിങ്ങൾക്കെല്ലാം ചിലർക്കറിയാമായിരിക്കും, ഒരു വലിയ ഒരണാ സമരം നടന്നു.
പിറകെ അത് വിമോചന സമരമായി മാറിയ മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ ആ സമരം നടന്നപ്പോൾ അന്ന് കേരള സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥി നേതാവായി അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്ന് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുവാനും ജയിലിലേക്ക് പോകുവാനും അവസരങ്ങൾ ലഭിച്ചു. ആ വിദ്യാഭ്യാസ കാലം, കോളേജ് കാലം കഴിഞ്ഞതിന് ശേഷം ഞാൻ തമിഴ്നാട്ടിലേക്ക് നീങ്ങി. മറ്റൊരു പണി, വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ എന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ്. കന്യാകുമാരിയിൽ വിവേകാനന്ദന് വേണ്ടി ഒരു വലിയ സ്മാരകം നിർമ്മിക്കുന്ന ഒരു പണിയിൽ തീവ്രമായി ഈടുപെട്ടിരുന്നു. ധർമ്മഗ്രന്ഥങ്ങൾ അവയുടെ പ്രചാരത്തിന് വേണ്ടി ആദ്യം 1985 സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുവാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. സ്വാമി ശിവാനന്ദ സരസ്വതിയുടെ യോഗ ലെസൺസ് ഫോർ ചിൽഡ്രൻ അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോയി. അന്ന് സൗത്ത് ആഫ്രിക്ക ദേശത്തിൽ ചെന്നപ്പോഴും അവിടെ എനിക്ക് സന്ധിക്കുവാൻ, അവിടെ എനിക്ക് മീറ്റ് ചെയ്യുവാൻ കഴിഞ്ഞ ഒരു राजविनाथ ट्रॉफी देता हूँ। പ്രസിഡന്റാണ്. ഈ 5 കലകളിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് കലയുമാണ് കൃഷ്ണാചുരം കലയുള്ളത്. ഏതാണ്ട് 150ഓളം കുടുംബങ്ങളാണ് ഈ കലയുഗത്തിലെ. ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും വേണ്ടി അനുമോദനങ്ങൾ വന്നിരിക്കുന്നു. ശ്രീ രാജേന്ദ്രൻ മലേഷ് പാളയം കലയോഗത്തിലെ പ്രസിഡന്റാണ്. അദ്ദേഹം ഒരു ഗവൺമെന്റ് സർവന്റാണ്. മലേഷ് പാളയം കലയോഗത്തിൽ ഏതാണ്ട് 90ഓളം അംഗങ്ങളുണ്ട്. ഈ അംഗങ്ങളുടെ വെൽഫെയറിന് ബാക്കിയുള്ള ആക്ടികളുണ്ട്. ശ്രീ രാജേന്ദ്രന്റെ സപ്പോർട്ട് ഈ അവസരത്തിൽ നൽകുന്നു. അദ്ദേഹം വയസ്സുകൊണ്ട് നമുക്ക് ഒപ്പം എന്ന് നമ്മളെക്കാൾ നോക്കുകയാണെങ്കിൽ ഈ 15 കലയോഗത്തിലെ ഏറ്റവും വേദിയാണ് ഭാരതഹള്ളി കലയോഗം. ഏതാണ്ട് 100ഓളം അംഗങ്ങൾ അവിടെയുണ്ട്. ഭാരതഹള്ളി കലയോഗം ഈ സംഘം ഏതാണ്ട് മഹാബലിയെ പോലെ തോന്നിക്കുന്ന അത്രയും വരില്ല എങ്കിലും നമുക്ക് വേണമെങ്കിൽ മഹാബലിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്ന ഒരു വ്യക്തിയാണ് രാമകൃഷ്ണൻ. അദ്ദേഹം വിജ്ഞാൻ നഗർ കലയോഗത്തിന്റെ ആദ്യകാലം മുതലുള്ള പ്രസിഡന്റാണ്. അദ്ദേഹം ഈ സംരംഭത്തിന് ഏറ്റവും അധികം അധ്വാനിച്ച വ്യക്തിയാണ്. നമ്മൾ ഇന്ന് റിലീസ് ചെയ്യാൻ പോകുന്ന സോഹലറിന്റെ പുറകിൽ ഒരു വലിയ സപ്പോർട്ട് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കലയോടും അംഗങ്ങളുടെയും എല്ലാ കോൺട്രിബ്യൂഷൻ ഈ അവസരത്തിൽ ഞങ്ങൾ നൽകുന്നു. ടിവിക്കാർ വളരെയധികം ഞാൻ ഇഗ്നോർ ചെയ്തെന്ന് പറയില്ല, എങ്കിലും ഇനിയും അധികം ഇമ്പ്രൂവ്മെന്റ് വരുത്തേണ്ട ഒരു ഏരിയയാണ് അന്നസാന്ദ്ര പാതയാണ്. I mentioned about Sandu developers in my welcome address. Mr. Devendra is one of the partners of the Sandu developers. The support and encouragement Sandu developers gives to NSSK for any function, be it a building project, be it a cultural activity, be it any other activity. The first person we approach is Mr. Devendra. Here again, another director of Sandu developers. In fact, NSS has become a very encouraging platform for Sandu developers. Whenever we call upon them, they come to us.
വിദ്യാർത്ഥികൾ ആദ്യമേ പറഞ്ഞാൽ കവർ അവിടെ നിന്ന് എടുക്കാൻ. അപ്പോൾ ഇവർ എല്ലാവർക്കും ആദ്യമായിട്ട് ഫോട്ടോഗ്രാഫിൽ ആദ്യം പറയാൻ പോകുന്നത് ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ കലാകാരന്മാരുടെ പ്രത്യേകിച്ച് ടൂർണമെന്റ്സും മറ്റ് എല്ലാ ഭാരവാഹികൾക്കും ഈ ഞങ്ങളുടെ ഈ പൊന്നോണ സംഗമം 2012 പേരിൽ സ്വാഗതം പറഞ്ഞു. രണ്ടാമതായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിക്കുന്ന നമ്മുടെ ചെയർമാൻ ഏകനായ സാറും താങ്ക്സ്. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീ ജയലക്ഷ്മി മാഡത്തിനും സ്വാമിജിക്കും നന്ദി രേഖപ്പെടുത്തുന്നു. സൺഡ്യൂ ഡെവലപ്പേഴ്സിനും കൂടാതെ രാജശേഖർ ബസവരാജ് കോർപ്പറേറ്റ് ബസവരാജനും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ പ്രൊഫഷണൽ ശ്രീ ജയകൃഷ്ണനും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ ഫെസിലിറ്റി തന്ന ഈ സൈനിക് ഭവന്റെ ഭാരവാഹികൾക്ക് ഞങ്ങളുടെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. അതല്ലാതെ ലോക്കൽ പോലീസ് പിന്നെ ഓഫീസേഴ്സ് KEP അവർക്ക് ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മൾ കലാപരിപാടി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ലഞ്ച് കൃത്യസമയത്ത് തന്നെ നിങ്ങൾക്ക് വിശപ്പ് വരുന്നത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ സമയത്ത് തന്നെ ലഞ്ച് സെർവ് ചെയ്യുന്നതാണ്. കലാപരിപാടികൾ ഓരോന്നായി ആരംഭിക്കും. അതിൻ്റെ ഒരു സീക്വൻസ് ഇതിൻ്റെ കോർഡിനേറ്റർ നമ്മളോട് പറയുന്നതായിരിക്കും. ആ സീക്വൻസ് അനുസരിച്ച് അത് പങ്കെടുക്കുന്ന കലാകാരനും കലാകാരികളും തയ്യാറാവണം. I would also like to mention that delicious careless suckers being ready in ആനന്ദനർത്തന ഗണപതിം ഭാവയേ ആനന്ദനർത്തന ഗണപതിം ഭാവയേ ആനന്ദനർത്തന ഗണപതിം ഭാവയേ സദാനന്ദനർത്തന ഗണപതിം ഭാവയേ സദാനന്ദ നർത്തന ഗണപതിം ഭാവയേ പരമാനന്ദ നർത്തന ഗണപതിം ഭാവയേ പരമാനന്ദ നർത്തന ഗണപതിം ഭാവയേ ചിദാകാര മൂലാധാര ഓംകാര ഗജവദനം പരമം പരമാനന്ദ നർത്തന ഗണപതിം ഭാവയേ ചിദാകാര മൂലാധാര ഓംകാര ഗജവദനം പരമം പരമാനന്ദ നർത്തന ഗണപതിം ഭാവയേ ഭാവയേ സാനന്ദമുനീന്ദ്രഗണനുത ശിവശങ്കര മാനസ ധീയമാനം സാനന്ദമുനീന്ദ്രഗണനുത ശിവശങ്കര മാനസ ധീയമാനം തന്ത്രീലയ സമന്വിത ഗന്ധർവ ചാരുണ വരാണു വീയമാനം തന്ത്രീലയ സമന്വിത ഗന്ധർവ ചാരുണ വരാണു വീയമാനം ദീനജനമന്ദാര അനുപമ ദിവ്യ കളേബര ശോഭായമാനം ദീനജനമന്ദാര അനുപമ ദിവ്യ കളേബര ശോഭായമാനം ഭാസമാനം
भासमानम् असमानं भजमानं भक्तजनसम्मानं पामगमारि स सरि स तकतकिट तदिमि किट तळाङ्गुतो पपमगममरि स सरि स तकतकिट तदिमि किट तळाङ्गुतक दीनु तत तैयता दीनु तत तैयता तां दणं तरिता तकदणं दणं तरितै तां दणं तरिता तकदणं दणं तरितै तां दणं तरिदणं दणं तरि दरि 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 रिमि 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 किट 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 जोणु 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 विधिपतिनुतं पदसरसिजं मगपमनिप मरकतनिकं मदकरिमुखं प्रणवललितम् अजितं अनगं शुभदं परमं कनकाम्बरधर एकरदनम् अजितं अनगं शुभदं परमं कनकाम्बरधर एकरदनं तत्ते तकदणं तणकदीतकदणं तणकतकदणं तणकतदिता तद्दीतकदणं तणकदीतकदणं तणकतकदणं तणकतरिता तद्दीतकदणं तणकदीतकदणं तणकतकदणं तणकपरमानन्दनर्तन गणपतिं भावये चिदाकर मूलाधार ओंकार गजवदनं परमं परमानन्दनर्तन गणपतिं भावये आनन्द नर्तन गणपतिं भावये അടുത്തതായി താങ്ക് യു മേഘ വിശ്വനാഥ്. ഇറ്റ് വാസ് എ നൈസ് പ്രോഗ്രാം. അടുത്തതായി സിഞ്ചന അവതരിപ്പിക്കുന്ന ഒരു ഭക്തിശ്രുതി. गणनायकाय गणदेवताय गणाध्यक्षाय धीमहि गुणशरीराय गणवन्दिताय गणेशानाय धीमहि गुणाधीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीताय धीमहि गानचतुराय गानप्राणाय गानान्तरात्मने गानोत्सुकाय गानमत्ताय गानं सुखमनसे गुरुपूजिताय गुरुदैवताय गुरुकुलद्वायिने गुरुविक्रमाय गुह्यप्रवराय गुरवे गुणगुरवे गुरुदैत्यकलक्षेत्रे गुरुधर्मसधाराध्याय गुरो पुत्रपरित्रात्रे गुरुपाक
खण्डकाय गीतसाराय गीततत्त्वाय गीतगोत्राय धीमहि गुण्डगुल्फाय गन्धमत्ताय गोजयप्रदाय धीमहि गुणाधीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय बालचन्द्राय श्रीगणेशाय धीमहि ग्रन्थगीताय ग्रन्थगेयाय ग्रन्थान्तरात्मने गीतलीनाय गीताश्रयाय गीतवाद्यपटवे गेयचरिताय गायगवराय गन्धर्वप्रियकृते गायगान्धीनविग्रहाय गङ्गाजलप्रणयवते गौरीस्तनन्दनाय गौरीहृदयनन्दनाय गौरभानुसुताय गौरीगणेश्वराय गौरीप्रणयाय गौरप्रवणाय गौरभावाय धीमहि गोपभावाय गोवर्धनाय गोपगोपाय धीमहि गुणाधीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय बालचन्द्राय श्रीगणेशाय धीमहि श्रीगणेशाय धीमहि श्रीगणेशाय धीमहि. Thank you. प्रणमामि गणनायकं प्रणमामि गणनायकं वरदायकं दीनं रश्रितजना विप्रनाशकं प्रणमामि गणनायकं विप्रपोषित सर्वखण्डं शिवपोषित सर्वखण्डं भारतरचना मातुलकाण्डं भारतरचना मातुलकाण्डं वरद्रुतपाशा निशागण्डं प्रणमामि गणनायकं प्रणमामि गणनायकं मुदाकराकमोदकं सदामि पुत्नीसाधकं पापगणितपादुकं रात्मनात्ममोचकं मुदाकराकमोदकं सदामि पुत्नीसाधकं पापगणितपादुकं रात्मनात्ममोचकं विप्रशनितपादुकं रात्मनात्ममोचकं विप्रशनितपादुकं रात्मनात्ममोचकं गलितसुदनपादकं गलितमगानायकं गलितसुदनपादकं गलितमगानायकं प्रणमामि गणनायकं प्रणमामि गणनायकं देवदेव कलयामि ते देवदेव कलयामि ते चरणाम्बुजसेवनं देवदेव कलयामि ते चरणाम्बुजसेवनं देवदेव कलयामि ते भुवन
ഭുവനത്രയനായകം ഭുവനത്രയനായകം ഭൂമി കരുണമാമവ ഭുവനത്രയനായകം ഭൂമി കരുണമാമവ ഭാവതാപമാകില ഭാവതാപമാകില പാലയ രമാകാന്ത ദേവ ദേവ കലയാമിതേ ജദരൂപനി ബഗേല ജദരൂപനി ബഗേല ജദരൂപനി ബഗേല ജന്മാചിത മാമകീല ജദരൂപനി ബഗേല ജന്മാചിത മാമകീല പാതക സംശയനാര പാലയ കരുണായ പാതക സംശയനാര പാലയ കരുണായ നിധി ജാലി വിദാരണ നിധി ജാലി വിദാരണ ദീനബന്ധു മാമവ നിധി ജാലി വിദാരണ ദീനബന്ധു മാമവ ദ്രുത വിബുധ ജാത ശ്രീ ദ്രുത വിബുധ ജാത ശ്രീ പദ്മനാഭ ശൗരേ ദേവ ദേവ കലയാമിതേ തിരുവാതിര കളിക്ക് ശേഷം സഞ്ജിത്ത് ചൈൽഡ് ഡാൻസ് അണിഗണമണിയുന്ന പരമേശൻ തനയന ഗണപതി തുണ ചെയ്യുവാൻ പ്രണമിക്കുന്നേ കളവാണി സരസ്വതി കരുണയോടടി എൻ്റെ കരളിൽ വന്നുദിക്കുവാൻ പ്രണമിക്കുന്നേ കരളിൽ വന്നുദിക്കുവാൻ
ദേഹങ്ങൾ ഓരോ മോഹങ്ങൾ ദേഹത്തെ മേടിഞ്ഞു കൊണ്ട് ദേഹിയെങ്ങോ പോകുന്നേരം ദേഹത്തെ മേടിഞ്ഞു കൊണ്ട് ദേഹിയെങ്ങോ പോകുന്നേരം ദേഹമെന്നു ദേഹിയെന്നു നമ്മുടെ മോഹമെന്നു താരതങ്ങളെന്നി ദേഹമെന്നു ദേഹിയെന്നു നമ്മുടെ മോഹമെന്നു താരതങ്ങളെന്നി കൈതൊഴാം കൃഷ്ണ കൈതൊഴാം കൈവല്യം ദേഹി ഗോവിന്ദ കൈവല്യം ദേഹി ഗോവിന്ദ മൂവസ്ത്രീ ജനങ്ങളുടെ മാനസ മാറിയിടുന്ന മൂവസ്ത്രീ ജനങ്ങളുടെ മാനസ മാറിയിടുന്ന പങ്കജാക്ഷ നിന്തടാക്ഷ വീക്ഷണം എന്നിൽ വീണതെങ്കിലേതുരന്തൽ പങ്കജാക്ഷ നിന്തടാക്ഷ വീക്ഷണം എന്നിൽ വീണതെങ്കിലേതുരന്തലു കൈതൊഴാം കൃഷ്ണ കൈതൊഴാം ഭൂതനാഥ ശബരീഗിരി വാസുദേവ പന്തള രാജകുമാര ദേവ നിത്യ ജയ മംഗളം നിത്യ ജയ മംഗളം കേരള തനിമയെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ തിരുവാതിരക്കളി ടീമുകൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. എല്ലാം കൈയടിച്ചൊരു പ്രോത്സാഹനം കൊടുത്തൂടെ ഈ ചെറിയ കുട്ടിക്ക്? അടിച്ചുകൊണ്ടേയിരിക്കാം. Girl, you're my chamacachalo. Where you go, girl, I'm gonna follow. What you want, girl, just let me know. You can be my chamacachalo. Shawty, I'm gonna get ya. You know I'm gonna get ya. You know I'll even let you be my chamacachalo. Yes, I sharmana, aja nachi ke dikhane. Ameri hole, aja pari da girane. Ameri yakkiyon se yakkiyan milane. Hum doona nakhre dikha. Wanna be my chamacachalo. Wanna be my chamacachalo. Wanna be my chamacachalo. Wanna be my chamacachalo.
താങ്ക് യു സഞ്ജയ്, നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. അടുത്തത് നമ്മുടെ KR പുരം കരയോഗത്തിൽ നിന്ന് കവിത ഒരു പാരായണത്തിന് വരെയാണ് പ്രഭാവതിയെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ മധുസൂദനൻ നായരുടെ നാരായണത്ത് ഭ്രാന്തൻ എന്ന കവിത. പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണനാഥൻ. എൻ്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിൻ്റെ പാഷാണ തിമിരമില്ല, ഉള്ളിലഗ്നികോണിൽ കാറ്റുരഞ്ഞു തീ ചീറ്റുന്ന നഗ്നമാം ദുസ്വർഗകാമമില്ല. വാഴ്വിൻ ചെതുമ്പിച്ച വാതിലുകളടയുന്ന വാഴ്നിഴൽ പുറ്റുകൾ കിതപാറ്റിയുടയുന്ന ചിടവെട്ടി കേവലത ധ്യാനത്തിലുറയുന്ന ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയായി നേരം ചികയുന്ന ഞാനാണു ഭ്രാന്തൻ. മൂകമുരുകുന്ന ഞാനാണു മൂഢൻ. കോയ്മയുടെ കോലങ്ങളെരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിരിക്കുമ്പോൾ കോലായിലീ കാലും ഒരു മന്തുകാലുമായി തീ കായുവാനിരിക്കുന്നു. ചീർത്ത കൂനൻ കിനാക്കൾ തൻ കുന്നിലേക്ക് മേഘകാമങ്ങൾ കല്ലുരുട്ടുന്നു. ഒട്ടിവലിയുന്ന ദിശ എട്ടുമുപശാന്തിയുടെ മൊട്ടുകൾ തെരഞ്ഞു നടകൊള്ളുകെ. ഓർമ്മയിലൊരുടുവഴി വരരുചിപ്പഴമയുടെ നേർവരയിലേക്കു തിരിയുന്നു. ഇവിടെയല്ലോ പണ്ടൊരദ്വൈത പ്രകൃതിതൻ വ്രതശുദ്ധി വെടിവാർന്നൊരമ്മയൊന്നിച്ച് ദേവകൾ തുയിലുണരുമിടനാട്ടിൽ ദാരുകല ഭാവനകൾ വാർക്കുന്ന പൊന്നമ്പലങ്ങളിൽ പുഴുകൾ വെൺപാവിനാൽ വെൺമനെയ്യും നാട്ടുപൂഴിപ്പരപ്പുകളിലോതിരം കടകങ്ങൾ നേരിൻ്റെ ചുവടുറപ്പിക്കുന്ന കളരിയിൽ നാണം ചുവക്കം വടക്കിനി തിണ്ണയിൽ അടിയാർ പിറക്കുന്ന പാടപ്പറമ്പുകളിൽ അഗ്നിസൂക്ത സ്വരിത യജ്ഞവാടങ്ങളിൽ വാക്കുകൾ മുളയ്ക്കാത്ത കുന്നുകളിൽ വർണ്ണങ്ങൾ വറ്റുമുന്മാദവാദ ഭ്രമണ മാർഗങ്ങളിൽ അലഞ്ഞതും കാർമണ്ണിലുയിരിട്ടൊരാശയേലാരിത്യമൂർച്ഛരേണുക്കൾ ചൊരിഞ്ഞതും 12 മക്കളത്രേ പിറന്നു ഞങ്ങൾ 12 കയ്യിൽ വളർന്നു. കണ്ടാലറിഞ്ഞേക്കുമെങ്കിലും തങ്ങളിൽ 2 എന്ന ഭാവം തികഞ്ഞു. രാശിപ്രമാണങ്ങൾ മാറിയിട്ടോ നീചരാശിയിൽ വീണുപോയിട്ടോ ജന്മശേഷത്തിൻ അനാഥത്വമോ പൂർവകർമ്മദോഷത്തിൻ്റെ കാറ്റോ താളമർമ്മങ്ങൾ പൊട്ടിത്തെറിച്ച തൃഷ്ണാർത്ഥമാം ദുർമദത്തിൻ മാദനക്രിയായന്ത്രമോ ആദിബാല്യം തൊട്ടു പാലായി നൽകിയോരാന്ധ്യം കുടിച്ചും തെഴുത്തും വളർന്നവർ 10 കൂറായി കൂറ്റുറപ്പിച്ചവർ എൻ്റെ എന്നാർത്തം കയർത്തം ദുരാചാര ഛിദ്രത്തിനംഗം കുറിക്കുന്നതും ഗൃഹഛിദ്രഹോമങ്ങൾ തിമർക്കുന്നതും കണ്ടു. പൊരുളിൻ്റെ ശ്രീമുഖം പൊലിയുന്നതും കണ്ടു. കരളിൽ കയത്തിൽ ചുഴിക്കുത്തു വീഴവേ പൊട്ടിച്ചിരിച്ചും പുലമ്പിക്കരഞ്ഞും പുലഭ്യം പറഞ്ഞും പെരുങ്കാലനെത്തിയും ഇരുളും വെളിച്ചവും തിരമേച്ച തുള്ളാത്ത പെരിയ സത്യത്തിൻ്റെ നിർവികാരത്വമായി ആകാശഗർഭത്തിലേക്ക് ആത്മതേജസ്സിൻ്റെ ഓംകാരബീജം തെരഞ്ഞും എല്ലാരും ഒന്നെന്ന ശാന്തിപാഠം തനിച്ചെങ്ങുമേ ചൊല്ലിത്തളർന്നും ചാത്തമൂട്ടാനെത്തു ചേരുമാറുണ്ടെങ്ങൾ ചേട്ടൻ്റെ ഇല്ലപ്പറമ്പിൽ ചാത്തനും പാണനും പാക്കനാരും പെരുന്തച്ഛനും നായരും വള്ളുവോനും ഉപ്പുകൊറ്റനും രജകനും കാരയ്ക്കലമ്മയും കാഴ്ചയ്ക്കു വേണ്ടി ഞാനും വെറും കാഴ്ചയ്ക്കു വേണ്ടി ഞാനും. താങ്ക് യു. നിങ്ങൾക്ക് തുടങ്ങാം.
തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി പൂക്കൊണ്ട് മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൽ പാടും പൂക്കൊണ്ട് മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൽ പാടും ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോദി ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോദി പൊന്നലിൻ പൊന്മല പൂമുറ്റം തോറും നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി മാറിവിൽ മാല മാനം പൂന്തോപ്പിൽ മണ്ണിൻ സ്വപ്നം പൂമാലയിൽ പമ്പാ തീരത്തിൽ മാറിവിൽ മാല മാനം പൂന്തോപ്പിൽ മണ്ണിൻ സ്വപ്നം പൂമാലയിൽ പമ്പാ തീരത്തിൽ തുമ്പപ്പൂക്കൾ നന്ദ്യാർവട്ടം തെച്ചി ചെമ്പരത്തി തുമ്പപ്പൂക്കൾ നന്ദ്യാർവട്ടം തെച്ചി ചെമ്പരത്തി പൂക്കളം പാറിടും പൂമുറ്റം തോറും നീ വരൂ പൂവാലത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. താങ്ക് യു. Good afternoon, everybody. My name is Sanjay. I am going to sing a song. Ganapati, Gunapati, Namo, Namo, Pranava Swarupa, Namo, Namo, Takkadim, Kitta Salam, Dangati, Nartan, Ganapati, Namo, Namo, Kanaka, Bharadar, Kambitada, Yakadina Dayapar, Namo, Namo, Tumburu Narat, Suranara Vandita, Mangala, Shaya Mangalam, Ganapati, Gunapati, Namo, Namo, Ishaku, Marane, Vishwa Prakash, Pasha, Pushandara, Namo, Namo, Mushikava, Pasavi Vanjana, Doshani, Varani, Namo, Namo, oh, Ganapati, Gunapati, Namo, Namo, Pranava Swarupa, Namo, Namo, Pranava Swarupa, Namo, Namo. Thank you. Kannanur, it's a surprise. It's a really a surprise. We welcome Dayanandan to our midst and look forward to his excellent performance. Mr. Dayanandan, thank you very much. You can take over. ಥ್ಯಾಂಕ್ ಯು. ನಮಸ್ಕಾರ, ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ. ಇದು ಕರ್ನಾಟಕ, ಆದ್ದರಿಂದ ನನ್ನ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಇವತ್ತು ಮೊದಲು ಕನ್ನಡದಲ್ಲಿ ಮಾತಾಡ್ತಾ ಇದ್ದೀನಿ.
he has announced just mimicry program. No mimicry. Because to tell you the fact, I have never done my shows in any other language except Kannada. But I know little Malayalam. ഞാൻ ജനിച്ചത് കർണാടകത്തിലാണ്. പക്ഷേ എൻ്റെ അമ്മ മലയാളിയ, അച്ഛനും മലയാളിയ. ഇത് എൻ്റെ 1113ാമത്തെ ഷോ ത്രൂ ഔട്ട് വേൾഡിൽ. എൻ്റെ ഇൻട്രൊഡക്ഷൻ ചിലത് ഞാൻ ചെയ്യേണ്ടി വരും. ഇവിടെ ആർക്കും അറിയില്ല, എല്ലാവരും മലയാളം ആണ് സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ ഒരു കന്നഡത്തിലെ നടനാണ്. ജയലക്ഷ്മി മാഡം ഇവിടെയുണ്ട്, അവരൊരു സീനിയർ ആർട്ടിസ്റ്റാണ്. അവരും ഞാനും നന്ദീഷ എന്ന് പറഞ്ഞ പിക്ചറിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതുവരെ ഏത് സ്റ്റേജിലും മലയാളം സംസാരിച്ചിട്ടില്ല. എൻ്റെ ഭാര്യ ജയശ്രീ ഇവിടെ വന്നിട്ടുണ്ട്, പറഞ്ഞു നിങ്ങൾ മലയാളത്തിൽ സംസാരിക്കരുത്, തെറ്റ് കുറേ പറ്റും. പക്ഷെ തെറ്റ് എന്ത് പറ്റിയാലും നിങ്ങൾ ക്ഷമിക്കുന്നുള്ള ഒരു മനസ്സ് വെച്ചുകൊണ്ടാണ് ഞാൻ മലയാളം സംസാരിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. മലയാള സമാജത്തിലും മലയാളക്കാർക്കും ആദ്യമായിട്ടാണ് ഞാൻ ഒരു മലയാളിയായി കാണുന്നത്. എപ്പെങ്കിലും നാട്ടിൽ പോവും 10 കൊല്ലത്തിലൊരിക്കലെന്ന് വിചാരിക്കേണ്ട. ഒരു മാസത്തിൽ 10 ദിവസവും ഞാൻ കേരളത്തിലാണ്. എൻ്റെ അമ്മ അവിടെയാണ്, അച്ഛനമ്മയാണ്, ഇപ്പം അവരില്ല. എന്നാലും ഞാൻ എപ്പോഴും കേരളത്തിൽ പോവും. കേരളത്തിലെ അമ്പലവും മണ്ണും ആ വാസനയും ഇവിടെ ഇന്ന് എനിക്ക് വളരെ സന്തോഷമായത്. എവിടെ നമ്മൾ താമസിച്ചാലും ത്രൂ ഔട്ട് വേൾഡ്, എനിവേർ യു ബി ദെയർ, ബട്ട് യു ആർ എൻ ഇന്ത്യൻ. അത് മറക്കരുത്. അതേപോലെ കേരളക്കാർ എവിടെയുണ്ടെങ്കിലും, ലോകത്തിൻ്റെ ഏത് മൂലയിലുണ്ടെങ്കിലും അവരൊരു മലയാളിയാണെന്നുള്ളത് പ്രൂവ് ചെയ്തിരിക്കുന്നു. ഇവിടെയും അത് തന്നെയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. മലയാളക്കാരെല്ലാം ഒത്തൊരുമയോടുകൂടെ ഒരു സ്ഥലത്ത് ചേർന്നിരിക്കുന്നത്. വെരി ഗ്രേറ്റ് തിങ്, വെരി ഹാപ്പി. പക്ഷേ മലയാളക്കാർ ഒപ്പരം ചേർന്നേരം മലയാളക്കാർക്ക് ഒത്തിരി സംസാരിക്കാനുണ്ടാവും. ഞാൻ കണ്ണൂർ സൈഡിൽ നിന്നായതുകൊണ്ട് കണ്ണൂരിൻ്റെ മലയാളിയായിരിക്കും, തൃശ്ശൂരുള്ളവർ തൃശ്ശൂരിൻ്റെ മലയാളിയായിരിക്കും. പക്ഷേ ബാംഗ്ലൂരുള്ളവർക്ക് എല്ലാ മലയാളവും മനസ്സിലാവും, അത് ഗ്യാരണ്ടിയാണ്. ബിക്കോസ് നമ്മൾ ഏത് നാട്ടിലാണ് ജീവിക്കുന്നത്, ആ നാട്ടിൻ്റെ സംസ്കൃതിയും ഭാഷയും പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഈ നാട്ടിൽ നിന്ന് കന്നഡത്തിൻ്റെ ഭാഷയും കന്നഡത്തിൻ്റെ സംസ്കൃതിയും നമ്മൾ പഠിച്ചിട്ടാണ് പിന്നെ പ്രോഗ്രാം ചെയ്യുന്നത്. എൻ്റെ പ്രോഗ്രാം അമേരിക്ക ആയിക്കോട്ടെ, ഡെട്രോയിറ്റ്, ഷിക്കാഗോ, ലോസ് ആഞ്ചലസ്, ഫിലഡൽഫിയ, ഫിനിക്സ്, ഹ്യൂസ്റ്റൺ, ബോസ്റ്റൺ, ഓസ്ട്രേലിയ, സിഡ്നി, മെൽബൺ, ഓക്ലാൻഡ്, ന്യൂസിലാൻഡ്, കൊളംബോ, സിംഗപ്പൂർ, ദുബായ്, മസ്കത്ത്, ബാരിൻ, അബുദാബി, സൗത്ത് ആഫ്രിക്കയിൽ വരെ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ജനിച്ചതൊരു മലയാളി ആയാലും ഞാൻ കന്നഡത്തില്ല പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. പക്ഷേ എൻ്റെ കാര്യക്രമം, എൻ്റെ പ്രോഗ്രാം ഞാനിപ്പം സംസാരിക്കുമ്പം നടുക്ക് കന്നഡ വരുമായിരിക്കും, നടുക്ക് ഇംഗ്ലീഷ് വരുമായിരിക്കും, നടുക്ക് മലയാളം വരുമായിരിക്കും എന്ന് ഉദ്ദേശിച്ചോളൂ. എന്നാലും ഇവിടെ കുറേ യങ്സ്റ്റേഴ്സ് വർത്താനം പറയുന്നുണ്ട്. ഹലോ, ബൈ, ഐ ഹാവ് ബീൻ ഡിസ്റ്റർബ്ഡ് ലിറ്റിൽ വിത്ത് യുവർ സൗണ്ട് ഹിയർ. എക്സ്ക്യൂസ് മീ സർ. കുറേ കാലം കഴിഞ്ഞിട്ട് കാണുന്നതാണ്, ഒന്ന് സംസാരിക്കും. ഞാനൊന്ന് ചോദിച്ചു, ഹലോ ഹലോ, സൗണ്ട് ഗോയിങ് ത്രൂ ദ മൈക്ക്. ഓക്കെ, അവർ കുറച്ച് ഇപ്പുറത്ത് സംസാരിച്ചാൽ എന്താ പറയുക, ഈ മൈക്കിൽ ഡിസ്റ്റർബ് ആവുക സംസാരിക്കുന്നത്. ബിക്കോസ് ദിസ് ഇസ് നോട്ട് എ മ്യൂസിക്. ആരെന്തെങ്കിലും ചെയ്തോട്ടെ, എനക്കെന്താ പറയുക. പക്ഷെ അങ്ങനെ പറ്റില്ല. ഇപ്പം വെരി ഗുഡ്. ഐ നെവർ എക്സ്പെക്റ്റഡ് സച്ച് എ ബ്യൂട്ടിഫുൾ ക്രൗഡ്. ബിക്കോസ് ഞാനൊരു മലയാളത്തിൽ പ്രോഗ്രാം ചെയ്യുന്ന ആളല്ല. എന്നാലും നിങ്ങളെല്ലാം വളരെ സൈലൻ്റ് ആയിട്ടിരുന്ന് പ്രോഗ്രാം സീരിയസ് ആയിട്ട് ഇങ്ങോട്ട് നോക്കുന്നത്, സംസാരിക്കുന്നില്ല. യൂഷ്വലി ഇങ്ങനത്തെ ഫംഗ്ഷനിൽ എന്താവും, നമ്മൾ സംസാരിക്കില്ല. അഥവാ സംസാരിച്ചാലും എന്താ സംസാരിക്കുക, നോട്ട് ത്രൂ ദ ആർട്ടിസ്റ്റ്. സ്റ്റേജിൽ കാണില്ല. നീയപ്പോ വന്നേ, അതെയാ പൊന്നപ്പ വടന്ന്, വെരി ഗുഡ്, ഞാൻ ഈ ചേഞ്ച് ബാങ്കിൽ വെച്ചത്, അതെയാ ഇളയമോ വന്നിന്, അവരെവിടെയാ പോയ, നീയപ്പോ വരുന്നു, അതെയാ നാട്ടിലെപ്പം പോയി, പിന്നെയപ്പോ. സ്റ്റേജിൽ നിങ്ങൾ എന്തെങ്കിലും കളിച്ചോ, ഞാനിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കും. കുറേ കാലം കഴിഞ്ഞ് കാണുന്നതല്ലേ, അതുകൊണ്ട് കുറേ ആൾക്ക് പൊന്ന് കാണിക്കാനായി വന്നിട്ടുണ്ടാവും. ബാങ്കിൽ വെച്ച് ലോക്കറിലുള്ളതിൽ അന്ന് എടുത്തിട്ട്, ഇന്ന് ഓണല്ലേ, എൻ്റെ ഇതെല്ലാം ഒന്ന് കാണിക്കട്ടെ, ഇപ്പം അവൻ്റെ നല്ല വിലയല്ലേ, ഇപ്പം കണ്ടോട്ടെ എത്ര പൊന്നുണ്ട്. പക്ഷെ ദിസ് നോട്ട് ദ തിങ്. നിങ്ങളെല്ലാവരും വന്ന് ഇവിടെ സ്റ്റേജിൽ ഒരു കൊച്ചു കുട്ടി പാടുമ്പം കൂടി കൈയടിച്ച് അതിനെ കണ്ട് സന്തോഷപ്പെട്ടിട്ടുണ്ട്. ഇതാണ് റിയൽ ഓഡിയൻസ്. ദാറ്റ് ഈസ് ദ ആർട്ട്. വെൻ യു അപ്രീഷിയേറ്റ് ആൻ ആർട്ട്, യു വിൽ റിയലി ബി ആൻ ആർട്ടിസ്റ്റ്. അതാണ് വളരെ സന്തോഷം. ഏത് ചെറിയ കലയായിക്കോട്ടെ, നമ്മളെ ഭാഷ, നമ്മളെ മണ്ണ്, നമ്മളെ കുട്ടികളെ, നമ്മളെ ആൾക്കാർ, ആ ഒരു സന്തോഷം വേണം. അവരെ ക്ലാപ്സ് അടിച്ച് പ്രോത്സാഹിപ്പിക്കണം. അപ്പം മാത്രമാണ് ഈ ആർട്ട് വളരുള്ളൂ. അതുകൊണ്ട് ചിരിക്കണം, എപ്പം ചിരിച്ചുകൊണ്ട് നിൽക്കണം എന്നാണ് വെള്ളം പറയുക. മിമിക്രി ആർട്ടിസ്റ്റ് എല്ലാവരും വരും, എപ്പം നിങ്ങൾ ചിരിക്കണം. കുറേ ആൾ ചിരിക്കൂല, അത് മാനുഫാക്ചറിങ് പ്രോബ്ലമാണ്. കുറേ ആൾ കണ്ടു ഇങ്ങനെ
ലൈഫെല്ലാം ചിരിക്കൂല. കുറെ ആളൊക്കെ ഉണ്ട് ലൈഫെല്ലാം ചിരിക്കൂല, ഇങ്ങനെ ഉണ്ടാവും. വീട്ടിലും ഇങ്ങനെ, ഓഫീസിലും ഇങ്ങനെ. പിന്നെ വയസ്സായിട്ടാകുമ്പോൾ ഡോക്ടറെ അടുത്ത് പോകും. ഡോക്ടർ പറയും പ്രോബ്ലം ഒന്നുമില്ല, ലൈഫിൽ ചിരിച്ചിട്ടില്ലേ, ലൈഫിൽ ക്ലാപ്സും അടിച്ചിട്ടില്ല. ഇപ്പം ഡോക്ടർ പറയും പ്രോബ്ലം ഒന്നുമില്ല, ഷുഗർ ബി പി എല്ലാം ഡോറിൻ്റെ അടുത്ത് നിന്നിട്ടുണ്ട്. അപ്പോൾ എന്താ വേണ്ടത് ഡോക്ടർ? ടാബ്ലറ്റ് ഒന്നും വേണ്ട. പിന്നെ എന്താ വേണ്ടത്? ഒന്നുമില്ല, രാവിലെ പോയി പാർക്കിൽ പോയി ലൈഫിൽ ചിരിച്ചിട്ടില്ല, ലൈഫിൽ ക്ലാപ്സ് അടിച്ചിട്ടില്ല. ഇപ്പം വെറുതെ ആകാശം നോക്കിയിട്ട് വിത്തൗട്ട് റീസൺ യു ഹാവ് ടു ക്ലാപ്പ്. അതുകൊണ്ടാണ് എപ്പം റീസൺ ഉണ്ടോ അപ്പം ക്ലാപ്സ് അടിക്കൂ, എപ്പം റീസൺ ഉണ്ടോ അപ്പം ചിരിക്കൂ, ഇല്ലെങ്കിൽ പ്രോബ്ലം ആവും. അതുകൊണ്ട് എപ്പം ചിരിക്കണം. ദാറ്റ്സ് ഗുഡ്, താങ്ക് യു. ഈ വളരെ റെയറായിട്ട് ചിരിക്കുന്ന ആളെ കാണുന്നു, വളരെ. അത് ഈ ജാലകെല്ലാം തുറക്കാൻ കുറേ കാലം നാട്ടിലെല്ലാം പോകണമെങ്കിൽ ജാലകം തുറന്നിട്ട് വൺസ് ഇൻ എ ഇയർ ഇഫ് യു ഓപ്പൺ ഒരു സൗണ്ട് ആവും. അതുപോലെയാണ് ചിരി. എപ്പെങ്കിലും ഒരിക്കൽ പിന്നെ ചില ചിരിയുണ്ട്, അത് ആൾക്കാരെ കണ്ടിച്ചിരിക്കുന്ന ആൾക്കാർ. യു തിങ്ക് ഹൗ എവർ യു ആർ, നിങ്ങൾ എങ്ങനെയെങ്കിലും, ഇഫ് യു ആർ ഫാറ്റ്, തിൻ, ഹൈറ്റ് ഉണ്ട്, എന്തെങ്കിലും ആൾക്കാർക്ക് ഒരു കോമന്റ് ഉണ്ടാവും. ആരെങ്കിലും വളരെ കറുത്തിട്ടുണ്ടെങ്കിൽ എന്ത് കറുത്തിട്ടാന്ന് ഇരുട്ടത്ത് കാണില്ല, ഇവൻ വളരെ വെളുത്തിട്ട് ഫുൾ വെളുത്തു പോയി, ബ്ലഡ് ഇല്ല അല്ലേ. പിന്നെ വളരെ വളരെ തിന്നായിട്ടുണ്ടെങ്കിൽ ഫാൻ ഇട്ടാ പാറിപ്പോവല്ല. പിന്നെ വളരെ തടിച്ചിട്ടുണ്ടെങ്കിൽ ഐ ടെൽ യു ഹാവ് ടു ഗിവ് എൻ അവാർഡ്. തടിച്ചവർക്കെല്ലാം അവാർഡ് കൊടുക്കണം. എന്താന്ന് പറഞ്ഞാൽ 10 കിലോ അരി ആരടുത്തും കൊടുത്തു, 10 കിലോ 10 മിനിറ്റ് കഴിയില്ല. 10 കിലോ 10 മിനിറ്റ് പിടിക്കാൻ കഴിയില്ല. നമ്മൾ 25 കൊല്ലത്തിന് 25 എക്സ്ട്രാ ഏറ്റ് പിടിച്ചിട്ടാ വരുന്നത്. പിന്നെ പറയും വയറുണ്ട്. എന്ത് വയറുണ്ട്? 9 മാസത്തിന് മേലെ ആരും വയറ് വെക്കൂല. ഞാൻ 15 കൊല്ലമായി വയറും വെച്ച് നടക്കുന്നത്. തമാശയല്ല. മനുഷ്യൻ എങ്ങനെയുണ്ടെങ്കിലും യു ഷുഡ് അപ്രീഷിയേറ്റ് ഹിം. എന്തിനെ ആയിക്കോട്ടെ അപ്രീഷിയേറ്റ് ഹിം. പക്ഷെ വളരെ ഹൈറ്റ് ഉള്ള ആളെ കൊണ്ട് ആരും സംസാരിക്കില്ല. നിങ്ങൾ വെച്ചാൽ വളരെ ഹൈറ്റ്, എന്താ ഹൈറ്റല്ലേ, നല്ല ഹൈറ്റ്, ഒന്ന് അടിക്കുന്നതിൽ പേടിയിരിക്കുവേ. വളരെ ഹൈറ്റ് ഉള്ള ആളെ കൊണ്ട്. പക്ഷെ വളരെ ഹൈറ്റുള്ള ആളെ കൊണ്ട് ജോക്ക് ഉണ്ട്. വളരെ ഹൈറ്റുള്ള ആൾ ഒരു മാർക്കറ്റിൽ പോയി, അപ്പം താലി ഫ്രൂട്ട്സ് എല്ലാം കച്ചവടം ചെയ്യുന്ന അവിടെ പോയി ചോദിച്ചു, ഏയ് ചെറുനാരങ്ങ എന്താ വില? അയാൾ പറഞ്ഞു, ഇരുന്ന് നോക്ക് സാർ, അത് മോസംബിയാന്ന്. വളരെ ഹൈറ്റുള്ളവർക്ക് ചെറുതായിട്ടാണ്. ഇത് ഹൈറ്റുള്ള ആളെ പ്രോബ്ലം. പക്ഷേ നമ്മൾ ഈ ചിരി പറയുന്നത് സ്വന്തം വീട്ടിൽ നമ്മൾ ചിരിക്കൂല. സ്വന്തം വീട്ടിൽ ഐ ടെൽ യു ദിസ് ഇസ് നോട്ട് എ ജോക്ക്. സത്യം പറയാം, ദിസ് ഇസ് എ ഫാക്ട്. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഒന്ന് എത്തി നോക്കൂ, ബാക്ക് ടു യുവർ ഫ്ലാഷ് ബാക്ക്. നമ്മളെ സ്വന്തം വീട്ടിൽ നമ്മൾ ചിരിക്കൂല. ആർക്കും വന്നാലും നമ്മളെ കുട്ടികളോട് നമ്മൾ ചിരിക്കൂല. അതും സ്പെഷ്യലി ഫാദറായ ഈ അച്ഛന്മാർക്ക് എന്താ പറ്റുമറിയില്ല. നമ്മുടെ പള്ളിയിലെ അച്ഛനല്ലേ, ഇവിടുത്തെ നമ്മളെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് ആദ്യം കുറച്ച് ഒരു അച്ഛനായ പാടും സ്വന്തം മക്കളോട് ചിരിക്കൂല. കുട്ടികൾ സ്കൂളിൽ നിന്ന് എവിടെയോ പോയ സ്കൂളിലാ, എന്താ ലേറ്റ്, പോയി പഠിച്ചോ, ഉള്ളിൽ പോ. സ്വന്തം മക്കളോട് ചിരിക്കൂല. അതെ വേറെ കുട്ടികൾ ആരെങ്കിലും വരട്ടെ, നേരെ മോനെ അല്ലേ കൃഷ്ണനായന മോനെ, വെരി ഗുഡ്. ഇവർ എത്ര നല്ലോണം ചിരിക്കും, നമ്മളച്ഛൻ എന്താ ചിരിക്കാത്തത്? അത് പ്രോബ്ലം ഇല്ല. സ്വന്തം മക്കളോട് ഇരിക്കില്ല, വേറെ മക്കളോട് ഇരിക്കും. അങ്ങനെ ഭാര്യ, സ്വന്തം ഭാര്യ മാർക്കറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് വരും, ഹസ്ബൻഡ് വീട്ടിലുണ്ടെങ്കിൽ ചിരിക്കില്ല. സ്വന്തം ഭാര്യ കയറി വന്നാൽ എടേ പോയ ഓട്ടോ കിട്ടിയിട്ടില്ല, എനിക്കിന്നെ കണ്ട മുതൽ ഒന്നും കിട്ടിയിട്ടില്ല അവിടെ. സ്വന്തം ഭാര്യയോട് ചിരിക്കില്ല. വേറെ ആരെയോ ഭാര്യ വന്നാൽ ഫുൾ സൂട്ട് കേസ് ഓപ്പൺ. വെരി ഗുഡ്, നമസ്കാരം, വെരി ഗുഡ്, വളരെ നന്നായി വന്നത്. എനിക്ക് ഇതെന്നെ ആരോ വന്നിട്ട് നോക്കുക പോകുന്നവരെ ചെയ്യുവാ. ഇത് യൂഷ്വൽ നമ്മളെ ഡെയിലി റൊട്ടീനിലുണ്ട്. നമ്മളെ ഡെയിലി റൊട്ടീനിൽ കുറേ ഹാസ്യങ്ങളുണ്ട്. ഇങ്ങനത്തെ ഹാസ്യം കുറേ പറയാനുണ്ട്. പക്ഷേ ഇന്ന് സമയമില്ല, കുറേ ടാലൻ്റ് ഉണ്ട്. എന്നാലും ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ റോഡിൽ പോകുമ്പം നമ്മൾ ആക്ച്വലി ടി വിയിൽ ഞാൻ പറഞ്ഞു 182 സിനിമയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ജയലക്ഷ്മി മാഡമിൻ്റെ ഒപ്പം ഞാൻ ഒരു സിനിമ നന്ദീഷ ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെയും കുറേ ഒരു 6 സിനിമ ആക്ട് ചെയ്യുന്നുണ്ട് കന്നഡത്തിൽ. അനേ പട്ടാക്കി എന്ന് പറഞ്ഞൊരു പിക്ചർ ആക്ട് ചെയ്യുന്നുണ്ട്. ഈ പിക്ചറിൽ ആക്ട് ചെയ്യുന്നതുകൊണ്ട് റോഡിൽ ആൾക്കാർ തന്നെ പോയാൽ ഇവിടെ ആർക്കും തന്നെ അറിയില്ല. സോറി, ഐ ഡോണ്ട് ക്ലെയിം ദാറ്റ്. ഇവിടെ ആർക്കും അറിയില്ല. പക്ഷേ പുറത്ത് പോയാൽ ബാംഗ്ലൂർ സിറ്റിൻ്റെ എവിടെ പോയാലും കർണാടകത്തിൻ്റെ ഏത് മൂല പോയാലും കണ്ടപാട് ഒരു റിയാക്ഷൻ ഉണ്ടാവും. ഞാൻ ബാംഗ്ലൂർ മൈസൂർ റോഡ് പോകുന്ന റോഡ് 4 ട്രാക്കാണ്, 4 ട്രാക്ക് റോഡ്. അപ്പോൾ റോഡ് പോയിക്കൊണ്ട് സഡനായിട്ട് എൻ്റെ കാറ്, ഞാൻ വിചാരിച്ചു പഞ്ചറായിന്ന്. നോക്കുമ്പോൾ പഞ്ചറല്ല. ഞാൻ ഇറങ്ങി നോക്കുമ്പോൾ റോഡിലൊരു ചെറിയ കുണ്ട്, ആ കുണ്ടിനകത്ത് എൻ്റെ ടയർ ഇങ്ങനെ, എൻ്റെ ടെൻഷൻ എനിക്ക്. അപ്പോൾ ഈ ആൾക്കാർ സംസാരിക്കുന്നത്, ഡോണ്ട് മിസ്റ്റേക്ക് മീ, ആൾക്കാരോട് സംസാരിക്കുന്നത്, കന്നഡക്കാരെ സംസാരിക്കുന്നത്. ഇഫ് യു നോ കന്നഡ യു നോ ദിസ്, ബിക്കോസ് കന്നഡക്കാരൻ എന്നോട് സംസാരിക്കും, സാർ ದಯಾನಂದ್ ಅಲ್ವಾ, ನಿಮ್ದೆಲ್ಲ ನೋಡಿದ್ದೀವಿ,
ನಮ್ಮ ಮನೇಲಂತೂ ನಿಮ್ದು ಒಂದು ಬಿಡಲ್ಲ, ಎಲ್ಲ ನೋಡ್ತಾರೆ. ನಮ್ಮ ಮಕ್ಕಳಂತೂ ನಿಮ್ದೆಲ್ಲ ನೋಡ್ತಾನೆ ಇರ್ತಾರೆ. ಸರ್ ನಿಮ್ಮ ಪ್ರೋಗ್ರಾಮ್ ಬಂದರೆ ನಾನು ಎಲ್ಲ ಬಿಟ್ಟು ಕೂತ್ಕೋತೀನಿ. ഇപ്പം എന്താ നോ പ്രോഡക്റ്റ് പറയുന്നില്ല, എന്താന്ന് സംഗതി പറയുന്നത് ലൈക്ക് ദാറ്റ്. ಏನೋ ಪಂಚರ್ ಮಾಡ್ಕೊಂಡ್ಬಿಟ್ಟಿದ್ರ, ഞാൻ ഉണ്ടാക്കിയത് ಮಾಡ್ಕೊಂಡ್ಬಿಟ್ಟಿದ್ದೀര ಏನೋ, ഇതെല്ലാം നോ പ്രോബ്ലം. ഞാൻ കുറേ നേരം ടെൻഷനിൽ കാത്തു വന്നു. അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. വില്ലേജുള്ള ആൾക്കാർ 5-6 ആൾ അവിടെ എന്തോ കളിക്കുന്ന ഡിഷീട്ട് കളിക്കുന്നു. ഞാൻ നേരെ അവരുടെ അടുത്ത് പോയി, എക്സ്ക്യൂസ് മീ, എൻ്റെ കാർ ഒരു കുണ്ടിൽ ഒരു ടയറിക്കുന്നു, നമ്മളെന്താണ് പ്ലീസ് ഹെൽപ്പ്. വില്ലേജേഴ്സ് 5-6 ആൾ ഓടി വന്ന് കാർ പിടിച്ചെടുത്ത് സൈഡിലിട്ടിട്ട് ഗോസ് പറഞ്ഞു. വളരെ ഹാപ്പിയായി ഞാൻ. അപ്പാട് ഒരു 500 രൂപ എടുത്ത് കൊടുത്തു, വാങ്ങി. ഞാൻ പറഞ്ഞു എങ്ങനെ മഴ ಬೆಳೆ ಎಲ್ಲ ಚೆನ್ನಾಗಿದೆ, ഗ്രോയിങ് വെരി വെൽ, ഹാർവെസ്റ്റിംഗ് ഉണ്ട്. ഒന്നുമില്ല സാർ, നമ്മളൊന്നും ജോലിക്കേ പോകില്ല. ജോലിക്ക് പോലും പിന്നെ ഇങ്ങനെ സാർ ഒരു കുണ്ടുണ്ടാക്കി വെക്കും, നിങ്ങൾ അങ്ങനത്തെ ആൾക്കാർ വരും പോവും, 500 രൂപ വരും പോവും. സോ ദിസ് ഹാപ്പൻസ്. നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന ആൾ നമ്മൾ തന്നെ കുറേ പ്രാവശ്യം ഇതിനാവും. ഇറ്റ് ഹാപ്പൻസ്. ഞാൻ കുറേ സ്ഥലത്ത് പോകും, കുറേ പ്രോഗ്രാമുകൾ വേണം. ഇപ്പം കൊണ്ട് ലേറ്റസ്റ്റ് ഐ ടെൽ യു, ഈ കാറിനെല്ലാം കറുപ്പ് ഗ്ലാസ് ഇടാൻ പാടില്ല റൂൾ ആക്കിയിട്ടുണ്ട്. ഞാൻ പോലീസ് ഫംഗ്ഷനിൽ പറഞ്ഞു, കാറിന് കറുപ്പ് ഗ്ലാസ് ഇടാൻ പാടില്ല. അപ്പം ഓൾ ഫിലമെന്റ് എല്ലാം എടുത്തു കളയും. ഞാൻ പോലീസ് സാർ നോ പ്രോബ്ലം സാർ, വിൽ ഓപ്പൺ ദ ഡോർ ആൻഡ് ഷോ യു. നോ നമുക്ക് ദൂരത്തുനിന്ന് കാണണം. അല്ല സാർ നമ്മൾ കംപ്ലീറ്റ് ഗ്ലാസ് ഇറക്കാം. നോ നിങ്ങൾ ആ പേപ്പർ എടുക്കൂ, നമുക്ക് ദൂരത്തുനിന്ന് കാണണം. നമ്മൾ അല്ല സാർ നിങ്ങൾ കാറ് നിർത്തിയാൽ നമ്മൾ ഡോർ നോ ബ്ലാക്ക് പേപ്പർ, കാർ ഫുൾ എടുക്കും. അല്ല സാർ നമ്മൾ കാർ ഓപ്പൺ, നമുക്ക് ദൂരത്തുനിന്ന് കാണണം. നമ്മളെല്ലാവരും അല്ലേ, നമ്മളെല്ലാവരും ഗ്ലാസിൻ്റെ കറുപ്പ് പേപ്പർ എടുത്തു. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ പോലീസുകാർ പറയും നമ്മളോട്, വീട്ടിൻ്റെ ഡോർ അടക്കരുത്, നമുക്ക് ദൂരത്തുനിന്ന് കാണണം. ഇനിയും കുറച്ച് ദിവസം കഴിഞ്ഞാൽ പറയും, അതാ ബെഡ്റൂമിൻ്റെ വാതിലൊന്നും അടക്കരുത്, നമുക്കെല്ലാം കാണണം. ഇനിയും കുറച്ച് ദിവസം കഴിഞ്ഞാൽ വന്ന് നിങ്ങൾ ടോയ്ലറ്റിൽ പോയാൽ വാതിലേ അടക്കരുത്, നമുക്കെല്ലാം കാണണം. എന്ത് ചെയ്യാനാ? അതുകൊണ്ടാണ് പോലീസ് പറഞ്ഞ പോലെ വെക്കും. പോലീസിനെ കൊണ്ട് നമുക്ക് കുറേ ജോക്കുണ്ട്, കുറേ ഉണ്ട്. പോലീസുകാരെ കൊണ്ട് തന്നെ ഉണ്ട്. നമ്മൾ ബാംഗ്ലൂരിൽ നടന്നതാണ്. 2 പോലീസുകാർ തന്നെ അപ്പുറത്ത് നോ എൻട്രിയിലോ പോലീസ് സ്റ്റോപ്പ്, നോ എൻട്രിയിൽ യെസ് സാർ, കേസാക്കലാം. ആ കേസാണ്, കേസ് ഇട്ടോ. എന്താ അതിൻ്റെ പേര്? വിശ്വസിംഗ മഹാദേവ സ്വാമി നായർ. ഓഹോ, കേസില്ല പോടുന്നു. തൊട്ട പോലീസുകാരൻ ചോദിച്ചു എന്താ കേസ്? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയി പോകും, ഇത്ര നീളമുള്ള പേരാ പോട്ട് വിടുന്നു. ഇത് സാധാരണയായിട്ട് പറ്റില്ല നമുക്ക്. ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഡെയിലി ഹസ്ബൻഡ് ആൻഡ് വൈഫ്, നമ്മൾ വളരെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കുറേ ആൾ വന്നിട്ടുണ്ട്. നമ്മൾ ഡെയിലി റൊട്ടീനിൽ സംസാരിക്കും. എൻ്റെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ട്, നമ്മൾ കുറേ കോമഡി ആയിട്ട് കുറേ സംസാരിക്കും. ആ സംസാരിക്കുമ്പോൾ നോക്കിക്കോ, ഡെയിലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് വീട്ടിൽ. ഒരിക്കൽ ഭാര്യ ചോദിച്ചു, അല്ല ഞാനൊരു സംഗതി ചോദിക്കട്ടെ, അപ്സെറ്റ് ആവരുത്. ഇല്ല, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യുക? അപ്പാട് ഭർത്താവ് ഹസ്ബൻഡ് പറഞ്ഞു, ഇല്ലാത്ത ആശയെല്ലാം ഉണ്ടാക്കല്ലേ നീ എന്നോട്. അല്ല സത്യമായിട്ടും പറ, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യുക? നീ മരിച്ച അപ്പം ഞാൻ മരിച്ചു. അതെയാ, അതെന്താ? ഈ സന്തോഷം അധികം തടുക്കാൻ കഴിയില്ല, അപ്പം ഹാർട്ട് അറ്റാക്ക് വരും എനിക്ക്. അതുപോലെ ഡെയിലി റൊട്ടീനിൽ കുറേ ഹാസ്യങ്ങളുണ്ട് നമുക്ക്. ഞാൻ കുറേ നാട്ടിൽ പോയിട്ടുണ്ട്, ഞാൻ പറഞ്ഞു അപ്പോഴത്തെ അമേരിക്ക, ഓസ്ട്രേലിയ, കുറേ സ്ഥലത്ത്. പക്ഷേ ഇവിടെ ബാംഗ്ലൂരിൽ, ഇന്ത്യയിൽ, യു ഹാവ് എ ലോട്ട് ഓഫ് ലാംഗ്വേജ് ഡിഫറൻസ്. ഹൗ ഡു യു ലിസൺ ടു ദ ലാംഗ്വേജ്? ഇത് ഞാൻ കന്നഡത്തിൽ ചെയ്യുന്ന പ്രോഗ്രാമാണ്, ഇത് മലയാളം മനസ്സിൽ വെച്ചിട്ട് ചെയ്യുന്ന ആളെയാണ്. സോ ദിസ് ഇസ് വാട്ട്, ഹൗ ഡു യു ലിസൺ ടു ഡിഫറെൻറ്റ് ലാംഗ്വേജസ്? വാട്ട് ഈസ് യുവർ ഫുഡ്? ഹൗ ഡു യു ഈറ്റ് ആൻഡ് വാട്ട് ഹാപ്പൻസ് ടു ഇറ്റ്? നിങ്ങൾ എന്താ ആഹാരം കഴിക്കുന്നത്, അതിൻ്റെ എഫക്റ്റ് നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ ഉണ്ടാവും. ഞാൻ ആരും പൊളിറ്റീഷ്യനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. വാട്ട് എവർ ഫുഡ് യു ടേക്ക്, ദ ബോഡി ലാംഗ്വേജ് ഇസ് ദർ. മുദ്ദേ, കർണാടകക്കറിയാം എല്ലാവർക്കും മുദ്ദേ, ഈ ബാംഗ്ലൂർ മൈസൂർ കൊണ്ട മുദ്ദേ, റാഗി ബോൾ. ഈ റാഗി ബോൾ അധികം തിന്നാൽ അതിൻ്റെ എഫക്റ്റ് നോക്കും. 5 കൊല്ലത്തിൽ ഒരിക്കൽ ചിരിക്കുമല്ലോ. ഞാൻ ദേവേഗൗഡനെ കൊണ്ടല്ല പറഞ്ഞേ, ഓക്കെ. പിന്നെ കുമ്പളങ്ങ അധികം തിന്നവർ നിന്നെടുത്ത് നാടും. ഇത് കുമ്പളങ്ങൻ്റെ എഫക്റ്റാണ്. മുരിങ്ങക്കായി അധികം എന്നാ ചെന്നഗിരി ആവുന്ന വേണ പറ, ഇത് എഫക്റ്റ് ഉണ്ട്. വെജിറ്റേറിയൻ അത് നോൺ വെജിറ്റേറിയൻ. മാംഗ്ലൂർ, കേരള, ഗോവ ഇങ്ങോട്ടുള്ള മീനിൻ്റെ എഫക്റ്റ് അധികമാണ്. മീൻ, മാംഗ്ലൂർക്കാർ മീൻ തിന്നുന്ന എഫക്റ്റ് നോക്കും. മീൻ, ഫിഷ് ഈറ്റേഴ്സ്, വെരി ഷാർപ്പ്, വെരി ഇന്റലിജന്റ്. ಈ ರೆಂಚಿನ ಗೊತ್ತಿದ್ಯಾ ಶಿಮಳನ್ ತುಗ್ಗೊತ್ನ ಕೈ ಮರ ಇಲ್ಲ ಮಕ್ ಗೊತ್ನ ತುಗ್ಗೊತ್ವೇವ ಹೆಂಚಿನ ಇದು ಮ್ಯಾಂಗ್ಳೂರ್ ಮೀನ್ ಎಫೆಕ್ಟ್. നേരെ മറിച്ച് ബാംഗ്ലൂർ 2-3 എഫക്റ്റ് ഉണ്ട്. ശിവാജി നഗർ അങ്ങോട്ടെല്ലാം വലുത് ബീഫ് വർത്താനം പറയുമ്പോൾ എഫക്റ്റ്. मैं बोलिया से सुनिया नहीं पोड़ को मरना लिया मल्लू मंजा गुस्सा है तो आदमी नहीं छोड़ने का लिया बिड़ा लिया मुख्तार की दुकान में क्या बोला थे भी सुनिया नहीं भाई. Thank you for the claps.
എഫക്റ്റ് ഉണ്ടാവും എവിടെ. പക്ഷേ നേരെ മറിച്ച് സെയിം ടൈം യു ഗോ ടു സിംഗപ്പൂരിൽ സംസാരിക്കുന്ന സ്റ്റൈൽ എന്താന്ന് പറഞ്ഞാൽ എല്ലാം തവളയല്ലേ എത്തുന്നു, അതിൻ്റെ എഫക്റ്റ് ഫ്രോഗ് എഫക്റ്റ്. ബട്ട് ഹൗ ഡു യു ലിസൺ ടു ലാംഗ്വേജസ്? ലാംഗ്വേജസ് ആർ ബ്യൂട്ടിഫുൾ. കന്നഡ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. പക്ഷേ ഹൗ ഡു യു ലിസൺ ടു കന്നഡ? If you don't know the language, how do you listen? Tamil, such a superb language. നമ്മൾ കന്നഡക്കാർ സിനിമ കാണുന്നതന്നെ, നമ്മൾ സിനിമ ഉണ്ടാക്കുന്നത് തമിഴ്നാട്ടിൽ കന്നഡക്കാർ ഭരിച്ചു. So how do you listen to Tamil if you don't know Tamil? If you don't know, அவன் போயிட்டு வந்தா அப்புறத்துல நான் பிடிச்சிடும் அடிக்கலாம் வர்ற அடி அவன் ஆண்டுக்குலாம் போயிட்டு வந்தா முருகல முருகுடி புருக்கணும் என்ன பண்ணுறது மியூசிக் உண்டு. Telugu, thank you. Telugu is such a beautiful language. If you don't know Telugu, how do you listen to Telugu? వాళ్ళు వచ్చాకని తీసుకొని పోయి లేమని చెప్పేసి కొట్టేసాం మేము సంగల్ తిని గ్యాంగ్ వచ్చి ఏం చేసేదా. If you don't know Malayalam, how do you listen to Malayalam? If you don't know Malayalam, കംപ്ലീറ്റ് ഓനടുത്ത് അടിച്ചോണ്ട് കൊടുത്തു പോയി. പിന്നെ കൺട്രോൾ ഇല്ല. പിന്നെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൻ്റെ അടുത്തവരെ അടിച്ചങ്ങനെ കൊടുത്തു. പിന്നെ മനസ്സിലായില്ല. Listen to language. Thank you very much. എന്താ മലയാളത്തോടുള്ള സ്നേഹം. Thank you very much. But how do you listen to language when you don't know? Yes. How do you listen to, many people know this Dubai language. How do you listen to Arab if you don't know Arab? ولاخ البلخدن لا الولي خبنا هلاخ الهراخدنا إن هراخدنا لا الولي لبدنا لاخ إن هراخدنا لا الولي لبدنا لاخ. Complete lungs എല്ലാം ക്ലീൻ ആയി പോയി. Very healthy language. ഞാൻ റീസെൻ്റ്ലി കുവൈത്ത് പോയാലും ഫസ്റ്റ് വെൻ ഐ വെൻറ്റ് ബിഫോർ 5 years 10 years മുംബൈയിലും കുവൈത്ത് പോയിട്ടുണ്ട്. അപ്പം പോയിട്ട് നമ്മൾ വളരെ റിലേഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് എയർപോർട്ടിൽ ഇംഗ്ലീഷ് പീപ്പിൾ വിൽ ടോക്ക് ടു us, only English people. Can you open your bag please? That's fine, thank you. Can you move your arm? Okay, fine, thank you. What passport number? Right, thank you. ഇപ്രാവശ്യം പോയാൽ നോ ഓൾ സ്ഥലീയ ആൾക്കാർക്കാണ് ജോലി കൊടുത്തിട്ടില്ലേ, ദ നേറ്റീവ് ഓഫ് കുവൈത്ത്. അപ്പോൾ അവരെല്ലാം എങ്ങനെയാണ് നിങ്ങൾക്കെല്ലാം അറിയാം, കുറേ ആൾക്കറിയാം. 90% of you know how they are dressed. Full white, ഇവിടെ നിന്ന് എടുത്തോളം വൈറ്റ്, തലേമിലൊരു വൈറ്റ് തുണി, അതിലൊരു തെരിയ, എനിക്ക് ദൂരത്തിന് ഈ അച്ചാറിൻ്റെ ഭരണി പോലെയാണ് കണ്ടത്. പിന്നെ ആക്ഷൻ ഒന്നുമില്ല. ഞാൻ ബാഗ് കൊണ്ടുപോയി വെച്ചുപാട് നോ ആക്ഷൻ. I said, I'm an artist from India. These are my seed. ഞാൻ തുടങ്ങി ഞാൻ പറഞ്ഞു വേണ്ടി കുള്ളിലെടുത്തോ ബിരാഖദിനെ നീ എടുത്തിട്ട് പോട്, ബിരാഖദിനെ ചാടിക്കള, ബിരാഖദിനെ എന്നെ പുറത്ത് വിട്. അവന് മനസ്സിലായി പോയി. With an action we can do things. But ഇപ്പം കുറേ ഉണ്ട്. But the short of the time I'll tell you how we behave, our children's, our next generations. നമ്മളെ നെക്സ്റ്റ് ജനറേഷൻ നോക്കിക്കൊള്ളൂ. നെക്സ്റ്റ് ജനറേഷൻ യങ്സ്റ്റേഴ്സ്, ബോയ്സ്. ഹിയർ നമ്മളിവിടെ നാട്ടിൽ സംസാരിച്ചു. അപ്പം എന്താ പേര്? ബിജു. എന്താ ഇലക്ട്രോണിക്സ് കഴിഞ്ഞു. അപ്പം എവിടെയാ? അമേരിക്ക പോകുന്ന. ഓ വെരി ഗുഡ്. അപ്പം നാളെ? ഓ വെരി ഗുഡ്. ഞാൻ ഓസ്ട്രേലിയ പോകുന്ന. അതെ. ഓ എഞ്ചിനീയർ അല്ലേ? ഇവിടെ എന്ത് നല്ലോണം മലയാളം സംസാരിക്കും, എന്ത് നല്ലോണം കന്നഡം സംസാരിക്കും, എന്ത് നല്ലോണം ഇംഗ്ലീഷ് ഹിന്ദി സംസാരിക്കും. 4 മാസം, forget the people who are living there from 20 years 30 years, 4 മാസം കഴിഞ്ഞ് ഇതേ കുട്ടിയോട് നിങ്ങൾ സംസാരിച്ചു. 22-23 കൊല്ലം ഇന്ത്യയിലാവുള്ളേ. After only for 4 months if they are in US or a style, I saw you in Kerala. Oh yeah, I don't know, I was, I don't know. നരവ് വല്ലതും വലിക്കലുണ്ടാ? ഞാനും കുറേ നാട്ടിൽ പോയി, എന്നെ നലവ് വലിച്ചിട്ടില്ല. Only 4 months. Happens, Okay. Oh really? എന്ത് ചോദിച്ചു? Really? I came yesterday. Oh really? This is the place where I live. Oh really? Tomorrow is my flight. Oh really? ഇതെല്ലാം തർക്കമില്ല. This is my father. Really? അതാ പറയുന്നത്, anywhere you can make comedy, anything you can make comedy. Comedy has got a long life, but be happy always. Same thing. ഞാൻ എൻ്റെ റിക്വസ്റ്റാണ്, മലയാളീസ്, ഞാനും ബ്ലഡ്ലി മലയാളിയാണ്, പക്ഷെ ഞാൻ ഇവിടെയാ. വൺ തിങ് ഐ ടെൽ യു, എന്ത് പ്രോഗ്രാം സ്റ്റേജിൽ നടന്നാലും you can have your lunch and come back, have your dinner and come back, sit and clap at least for them, because tomorrow it may be your kid. ഇന്ന് അവരെ കുട്ടികളാണ്, നാളെ നമ്മളെ കുട്ടികളായിരിക്കും. സോ നമ്മളെല്ലാം ഒപ്പരം വളർന്നിട്ടുണ്ടെങ്കിൽ we have to have clap, enjoy somebody doing on stage എന്ന് പറഞ്ഞ്
കന്നഡത്തിലെ മിമിക്രി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഒരു ഝലക്കിൽ കന്നഡത്തിൻ്റെ ചില ആക്ടേഴ്സിൻ്റെ വോയിസ് പറയാം. അറിയുന്ന ആൾക്ക് അറിയാം. ಕನ್ನಡത്തിന്റെ ಬಾಲಕೃಷ್ಣ. ಅದು ಸರಿಯಪ್ಪ, ನಾನು ಹೇಳ್ದ ನೀನ್ ಅರ್ಥ ಮಾಡ್ಕೊಳ್ತೀವಿ ಹೋದ್ರೆ ನಾನೇನ್ ಮಾಡ್ಲಿ, ಅದು ಸರಿ. ಥ್ಯಾಂಕ್ ಯು. ಕನ್ನಡದಲ್ಲೇ ವಿಲನ್ ಆ್ಯಂಡ್ ಕಾಮಿಡಿಯನ್ ಆಯ ಪ್ರಭಾಕರ್. ಒಂದು ವಿಷಯ ಮಾತ್ರ ನೆನ್ಪಿಟ್ಕೋ, ಜೀವನದಲ್ಲೇನೆ ಸಾಧನೆ ಮಾಡಿದ್ರು ನಾವು ಸತ್ಯದಿಂದ ಮಾಡಬೇಕು. ಥ್ಯಾಂಕ್ ಯು. ನಮ್ಮ ಕನ್ನಡದಲ್ಲೇ ಒನ್ ಆಫ್ ದ ಟಾಪೆಸ್ಟ್ ಆಕ್ಟರ್ ಹೂ ಇಸ್ ನೋ ಮೋರ್, ಡಾಕ್ಟರ್ ಪದ್ಮಭೂಷಣ ಡಾಕ್ಟರ್ ರಾಜ್ಕುಮಾರ್. ಎಷ್ಟೋ ಜನ್ಮಗಳ ಋಣಾನುಬಂಧ ಅಂತ ಕಾಣುತ್ತೆ. ಇವತ್ತು ನಮ್ಮ ಮಲಯಾಳಿ ಜನ ಅಂದ ತಕ್ಷಣ ಯಾವುದೇ ಊರಿಗೋಗಲಿ ಅವರು ಆ ಊರವ್ರ ಜೊತೆ ಬೆರೀತಾರೆ. ಅದೇ ಅವ್ರ ದೊಡ್ಡತನ. ಯಾಕೆಂದರೆ ಇದು ನಮ್ಮೂರು, ನಮ್ಮ ಕರ್ನಾಟಕ ಅಂತ ಎಲ್ಲ ಭಾಷೆಯನ್ನು ಪ್ರೀತಿಸೋ ಜನ. ಅದಕ್ಕೆ ಕೇರಳದ ಜನ ಅಂದರೆ ಹುಡುಗಾಟ ಅಲ್ಲ. ಅವ್ರಿಗೆ ನಮ್ಮ ಅಪ್ಪಾಜಿ ಹೇಳ್ತಾ ಇದ್ರು, ಚಂದ್ರಲೋಕಕ್ಕೆಲ್ಲ ಹೋಗಿ ಮೊದಲನೇ ಸತಿ ಅಮೆರಿಕಾದವ್ರು ಕಾಲಿಟ್ರೆ ಆಗಲೇ ಟೀ ಬೇಕಂತ ಕೇರಳದವ್ರು ಹೊರಟಿದ್ರು ಅಂತ. ಅಷ್ಟು ಮುಂದುವರೆದ ಜನ ಅಲ್ವಾ. ಥ್ಯಾಂಕ್ ಯು. അതേപോലെ കുറേ ഉണ്ട്. ഐ ഇമിറ്റേറ്റ് അബൌട്ട് 132 ആർട്ടിസ്റ്റ്. ബട്ട് ടുഡേ ഐ ഹാവ് എ ഷോർട്ട് ടൈം. ബട്ട് സ്റ്റിൽ നിങ്ങളൊപ്പം ഞാനിവിടെ ഈ ഓണത്തിൻ്റെ ഈ സംരംഭത്തിൽ, അതും ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര ഷോസിൽ എൻ്റെ ഭാര്യ എൻ്റെ ഒപ്പം വന്നിരിക്കുന്നത്. ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് മൈ ഷോ മൈ വൈഫ് ഈസ് ഹിയർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ ദ ടൈം. താങ്ക് യു ഫോർ ദ ക്ലാപ്സ്. താങ്ക് യു ഫോർ ദ ഹോൾ. താങ്ക് യു. മിസ്റ്റർ ദയാനന്ദൻ, പ്ലീസ് ബി ഓൺ ദ. ഇത്രയും നല്ല ഒരു, അദ്ദേഹം പറഞ്ഞു മിമിക്രി അവതരിപ്പിക്കില്ല എന്ന്, പക്ഷേ വളരെ നമ്മുടെ മനസ്സിലോട്ട് അടിഞ്ഞു കയറ്റുന്ന മാതിരി ഒരു നല്ല പ്രോഗ്രാം നമ്മൾക്ക് അവതരിപ്പിച്ച് നമ്മുടെ മനസ്സിനെ കവർന്നെടുത്ത മിസ്റ്റർ ദയാനന്ദന് ഒരു നല്ല കൈയടി നമുക്ക് കൊടുത്തൂടെ? അതാണ് അതിൻ്റെ സുഖം. ഇനി നമ്മുടെ NSSന്റെ ഈ ഒരു അദ്ദേഹത്തിനെ പോയി വിളിച്ചതിന് അദ്ദേഹം നല്ല സന്മനസ് കാട്ടി നമ്മുടെ മെമ്പേഴ്സിന് ഈ ഒരു 10 നിമിഷം മനസ്സ് തുറന്ന് ചിരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്ന മിസ്റ്റർ ദയാനന്ദനെ ഞങ്ങൾ ആദരിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ കേരളപുരത്തും കരയോഗത്തിൻ്റെയും പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സാറും മിസ്റ്റർ സുകുമാരൻ സാറും ചേർന്ന് അദ്ദേഹത്തിനെ ആദരിക്കണം. ഒരു നല്ല കൈയടി കൊടുക്കുക. Mr. Dayanandan, being a Nair, you have come here and given an excellent performance for our Nair community. We thank you very much. We thank you. We wish you all the very best. And let us go and fly in. And you have to be attend more than about 20 to 30,000 program in a year like that. Thank you. I have requested Dayan to conduct a 1 day's exclusive program for us. And there will be no other show except his show. So he will come fully prepared for that. Thank you for your offer. Always, whenever in Malayali Association Paranjali, this is my first step to Malayalam. I think we have planned for a CD to be released in Malayalam only. So this is my first step. And this step I'll remember throughout my life, because first step I have put in Malayalam is today. Thank you very much. Thank you. Oh
Your name, പറഞ്ഞോ. My name is Adra. I'm from ഓണം വന്നേ ഓണം വന്നേ ഓണം വന്നേ എല്ലാവർക്കും ഓണം വന്നേ. ഓണപ്പൂക്കൾ ഡേ ഓണപ്പാട്ട് ഡേ ഓണക്കളികൾ കളിക്കണ്ടേ. ഓണസദ്യ കഴിക്കണ്ടേ. ഓണക്കളികൾ കളിക്കണ്ടേ. ഓണം വന്ന് എല്ലാവർക്കും ഓണം വന്ന്. താങ്ക് യു. ചെത്തി മന്ദാ